क्लादेशाजय भगवंगा भक्तिनाथ नरसिम्हा भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभुपाद की जय। गौरव ब्रह्मानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ഗീതാ മാതാജി, ഹരേ കൃഷ്ണ രമ മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി, ഹരേ കൃഷ്ണ ത്രിഭുവന കൃഷ്ണദാസ് പ്രഭു, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഭാരതി മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ രാധ മാതാജി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മള് ഭഗവത്ഗീതയുടെ ഓവർവ്യൂവിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് ഭഗവത്ഗീതയുടെ ഓവർവ്യൂ. അപ്പം മാതാജി അതിന്റെ പാർട്ട് 3 മാലിനി മാതാജി എടുക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ മാലിനി മാതാജി, സ്വാഗതം സത്സംഗത്തിലേക്ക്. മാതാജി പാർട്ട് 3 എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മുടെ ഭഗവത്ഗീത ഓവർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, കുറച്ച് സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു. കുറച്ചൊരു സൗണ്ട് കൂട്ടി വെക്കാവോ സിസ്റ്റത്തിന്റെ? ഹരേ കൃഷ്ണ. സൗണ്ട് ഉണ്ടോ? ഇപ്പോഴുണ്ടോ സൗണ്ട്? ഇല്ല മാതാജി, ശരിയാകുന്നില്ല. ചെറുതായിട്ട് കേൾക്കാം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെയാണോ? എന്റെ അല്ല, ഇവിടെ നല്ലോണം കേൾക്കുന്നുണ്ട് പ്രഭു. അതെയോ? നല്ലോണം കേൾക്കുന്നുണ്ട് ഇവിടെ. എന്നാ ചിലപ്പോ ഇവിടുത്തെ ഇതിന്റെ പ്രശ്നമായിരിക്കാം. അതെ, നല്ലോണം കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ? മാതാജി കണ്ടിന്യൂ ചെയ്തോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള് ഭഗവത്ഗീതയുടെ ഓവർവ്യൂ, അതായത് നമ്മൾ അതിനകത്തേക്ക് ഒരു എത്തിനോട്ടം
നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശ്രീമദ് ഭഗവത്ഗീത, ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എന്തായിരുന്നു സാഹചര്യം, അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അതിലുപരി അതിലെ അന്തസത്ത കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഭഗവത്ഗീതയിൽ വിവരിക്കുന്ന കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ അർജുനനോട് അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അതാണ്, നിസ്സഹായ അവസ്ഥ. അപ്പൊ ആ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കണം. അപ്പൊ അതാണ് ഭഗവാൻ അവസാനം പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അത് നമ്മൾ വരുമ്പോ പറയാം, വീണ്ടും ഇനി ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോ ശരണാഗതി, അപ്പൊ ആ ശരണാഗതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഭഗവാൻ. അപ്പൊ നമ്മൾ ആദ്യമേ നമുക്ക് ശരണാഗതി പ്രാപിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് കൽമഷങ്ങളും അതുപോലെ ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ കൽമഷങ്ങളൊക്കെ മാറി നമ്മൾ തിരുനാമം ജപിക്കുകയും ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഭഗവാൻ അർജുനന് ഉപദേശിച്ച കാര്യങ്ങൾ, അതിന്റെയൊക്കെ യഥാർത്ഥ അന്തസത്ത നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മായാമുക്തരാണ്, അല്ലെ? മായാമുക്തരായിട്ടുള്ള ആൾക്കാരാണ്. അതായത് വിസ്മൃതിയിലാണ്ട ജീവസത്ത. ഭൗതിക ലോകത്ത് വരുമ്പം ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്, നാം തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് സംബന്ധ, അഭ്യയ, പ്രയോജന. ഇതെല്ലാം നാം മറന്നു പോകുന്നു. അതായത് ഭക്തിയുത സേവനത്തിന്റെ 3 ഘട്ടങ്ങളാണ് സംബന്ധ, അഭിധേയ, പ്രയോജന എന്നുള്ളത്. അതായത് സംബന്ധ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പൊ ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള, അഥവാ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. അപ്പൊ നമ്മളത് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയുന്നില്ല, വിസ്മൃതിയിലാണ്ടിരിക്കുന്നതുകൊണ്ട് തിരിച്ചറിയുന്നത്. അത് മായാമുക്തൻ ജീവേരനാഹി എന്ന് പറയുന്നത്. അപ്പം ബദ്ധ ജീവാത്മാക്കള് ഭഗവാന് പരമപുരുഷനുമായിട്ടുള്ള ബന്ധമൊക്കെ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഭൗതിക വൃത്തികളെ പറ്റിയുള്ള ചിന്തകളിൽ മുഴുകിപ്പോവും. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഒരു ഗുരുവിന്റെ അനുഗ്രഹത്താലാണ്, ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാം, ഗുരുവിന്റെ ഒരു പ്രാധാന്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഗുരുവിൽ കൂടിയാണ്. അപ്പൊ ഗുരുവിനെ സ്വീകരിക്കണം, യഥാവിധി സ്വീകരിക്കണം, ദുരഭിമാനം വെടിഞ്ഞിട്ട് അദ്ദേഹത്തെ സേവിക്കണം, അദ്ദേഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാൻ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം, പരമ്പരയിൽപ്പെട്ട ഒരാളിനെ നമ്മൾ സ്വീകരിക്കണം. ഗുരുക്കന്മാർ എല്ലാവരും, കാണുന്നവരെല്ലാവരും ഗുരുക്കന്മാരല്ല. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഗുരുക്കന്മാരാണ്. പക്ഷെ നമ്മൾ എപ്പോഴും പരമ്പര, അതാണ് നമ്മുടെ ഗീതാശാസ്ത്രത്തിൽ, അതായത് നമ്മുടെ ഗീതയുടെ മഹാത്മ്യത്തിലും, അല്ലെങ്കിൽ നമ്മുടെ ഗീതയുടെ തന്നെ, അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദ് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, ഭഗവാൻ പറയുന്നുണ്ട് 4ാമത്തെ അധ്യായത്തില്, ഏവം പരമ്പര പ്രാപ്തം, പരമ്പര എന്ന് പറയും. അപ്പൊ ഈ പരമ്പര എന്ന് പറയുന്നത് അത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തുടങ്ങുന്നതാണ് പരമ്പര. ആ പരമ്പരയിൽ ഒരു കണ്ണിയാവാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പൊ ആ ഒരു കണ്ണിയാക്കുന്നത് തന്നെ നമ്മുടെ ഗുരുവാണ്. ഇപ്പൊ ഗുരു ഇപ്പൊ തന്നെ സമ്പ്രദായങ്ങൾ തന്നെ 4 സമ്പ്രദായമുണ്ട്. ബ്രഹ്മസമ്പ്രദായ, ബ്രഹ്മ, മാധവ, ഗൗഡീയ സമ്പ്രദായ എന്നാണ് നമ്മുടെ ഈ എന്താ പറയാ സമ്പ്രദായത്തിന്റെ പേര്. പിന്നെ അതുപോലെ സ്ത്രീ സമ്പ്രദായ, കുമാര സമ്പ്രദായ, രുദ്ര സമ്പ്രദായ. അപ്പൊ ഇതിനൊക്കെ ഓരോ ആചാര്യന്മാരുണ്ട്. അപ്പം ഈ ആചാര്യന്മാരുടെ അതൊക്കെ യഥാർത്ഥത്തിൽ ഈ 4 സമ്പ്രദായങ്ങളും ശരിക്കും ഓതറൈസ്ഡ് ആണ്, ആധികാരികമാണ്. നമ്മൾ ഇപ്പൊ ആക്ച്വലി ലോകത്ത് എന്താ പറയാ കൂടുതൽ സമ്പുഷ്ടി പ്രാപിച്ചു വരുന്ന പരമ്പര, അല്ലെങ്കിൽ ഈ ശിഷ്യ പരമ്പര എന്ന് പറയുന്നത്, സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രഹ്മ, മാധവ, ഗൗഡീയ സമ്പ്രദായമാണ്. അത് കാരണം അതിന് കുറച്ചു മുൻപ് വരെ ശ്രീല പ്രഭുപാദിന്റെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് മുൻപ് വരെ അത് അത്രയും അങ്ങോട്ട്, കാരണം എല്ലായിടവും ഇങ്ങനെ എന്താ പറയാ ആൾക്കാർ പ്രചരിപ്പിക്കാനുള്ള ആൾക്കാരുടെ അഭാവം കൊണ്ടും, പിന്നെ അതുപോലെ തന്നെ സ്വീകരിക്കുന്ന ആൾക്കാർ അതേപോലെ പ്രചരിപ്പിക്കണമെന്നില്ല. പക്ഷേ ശ്രീല പ്രഭുപാദിന്റെ വരവോടുകൂടി അതിനെല്ലാം മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ലോകമെമ്പാടും അദ്ദേഹം അത് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ആ ശിഷ്യന്മാർ തന്നെ ഇപ്പൊ ലോകമെമ്പാടും ഇത് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ബ്രഹ്മമാധവ ഗൗഡീയ നമ്മുടെ സമ്പ്രദായത്തിന് കൂടുതൽ പ്രചാരം സിദ്ധിക്കുന്നത് അതുകൊണ്ടാണ്.
മറ്റുള്ള സമ്പ്രദായങ്ങൾ, ഇപ്പൊ സ്ത്രീ സമ്പ്രദായം ഉണ്ട്, അതൊക്കെ നിലവിലുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ വളരെ എന്താ പറയാ, പിന്നെ അതിന്റെ ഇപ്പം സ്ത്രീ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനായ രാമാനുജാചാര്യരാണ്. പിന്നെ അതുപോലെ സമ്പ്രദായം എന്ന് വെച്ചാൽ ചതുഷ്കുമാരന്മാര്, സനക, സനന്ദ, സനാതന. അപ്പൊ ഈ പറഞ്ഞ 4 കുമാരന്മാര്, അത് നിമ്പാർക്ക സ്വാമി, അതുപോലെ തന്നെ രുദ്ര സമ്പ്രദായ, അത് വിഷ്ണു സ്വാമി. അപ്പൊ അങ്ങനെ പോന്നു ആചാര്യന്മാരും നമ്മുടെ പരമ്പരയിൽ 4 തരത്തിലുള്ള പരമ്പരകൾ. നമ്മളെ അതായത് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങുന്ന പരമ്പരയായതുകൊണ്ടാണ് ഇതിനെ പിന്നെ മാധവാചാര്യ ഏറ്റവും വലിയ ഒരു ആചാര്യനാണ് നമ്മുടെ പരമ്പരയിലെ. പിന്നെ ഗൗഡീയ മഠം അത് സ്ഥാപിച്ച അത് ചൈതന്യ മഹാപ്രഭുവിന്റെ പേരിലുള്ള മഠമാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടിക്കലർത്തിയാണ് നമുക്ക് മാധവ ഗൗഡീയ സമ്പ്രദായം എന്ന പേരിൽ നമ്മുടെ പരമ്പര അറിയപ്പെടുന്നത്. അപ്പൊ ഈ സമ്പ്രദായം അതുപോലെ തന്നെ അതാണ് ഭഗവാൻ പറയുന്നത്, പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിനെ സ്വീകരിക്കണം. കാരണം ഭഗവാനിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കണം പരമ്പര. ആ പരമ്പര എന്നാൽ മാത്രമേ നമ്മുടെ ഏറ്റവും പിതാമഹനായിട്ടുള്ള ഭഗവാനിൽ നാം എത്തിച്ചേരുകയുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് അപ്പം നമ്മള് ഈ മറന്നു പോകും, അതെല്ലാം മറന്നു, സമ്പ്രദായവും മറന്നു, ഭഗവാനെയും മറന്നു, നമ്മളെ സ്വയവും മറന്നു, നമ്മൾ വിസ്മൃതിയിൽ ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചിന്താശക്തിയിട്ടുള്ള ആചാര്യന്മാര്, അതായത് ഈ ആത്മീയ ജ്ഞാനം അഥവാ ഈ ആത്മതത്വം ഉപദേശിക്കാനായിട്ട് അവര് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ അവര് എന്നിട്ട് എന്ത് ചെയ്യും? അവര് പ്രാക്ടീസ് ചെയ്യും, അവരവരുടെ ഗുരുക്കന്മാരിൽ നിന്ന് സ്വീകരിക്കും, എന്നിട്ട് അവരുടെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുക്കും. അത് വളരെ വളരെ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതായത് മാവിൽ നിന്ന് ഒരു മാമ്പഴം അടർത്തിയെടുത്ത് അത് എങ്ങനെ താഴെ എത്തിക്കും, അതേപോലെ വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് ഈ പരമ്പര നിലനിൽക്കുന്നത്. അതായത് അതിലെ ജ്ഞാനം യാതൊരു കൂട്ടിക്കലർപ്പും ഇല്ലാതെ അത് വരുന്ന എങ്ങനെയാണ്. അപ്പൊ ആ സംബന്ധജ്ഞാനം നമ്മൾ ഓരോരുത്തരും അറിയണം. നമ്മൾ ആരാണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണ്, കർത്തവ്യം എന്താണ്. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഭൗതികമായ കർത്തവ്യങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ ചിന്താഗതികളും ഒക്കെയാണ്. അപ്പം അതിലുപരി അത് ഭൗതികത അതിൽ നിലനിൽക്കുന്നു. ഭൗതികതയ്ക്ക് അപ്പുറം ഒരു ആത്മീയ ലോകമുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ഇതൊക്കെയാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ആ സംബന്ധ ജ്ഞാനം മറന്നുപോയിരുന്നു അർജുനൻ. അതേപോലെ പിന്നെന്താണ്? അഭിധേയ. അപ്പം സംബന്ധം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ്, ഭഗവാൻ എല്ലാത്തിന്റെയും ഈശ്വരനാണ്. ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിരിച്ചതി. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി, എന്റെ കർത്തവ്യം ആ ഭഗവാനെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ വെറും ഒരു ജീവസത്തയായിട്ടുള്ള ഞാൻ സേവിക്കണം. അതാണ് എന്റെ കർത്തവ്യം. ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. ആ നിത്യദാസന്മാരാണ്. അപ്പൊ അത് മനസ്സിലാക്കി ശാശ്വതരായിട്ടുള്ള, അതാണ് നിത്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ശാശ്വതരാണ്. ഭഗവാൻ സച്ചിദാനന്ദനാണ്, അതേപോലെ ജീവാത്മാക്കളും ശാശ്വതരാണ്. അപ്പം അതാണ് നിത്യരാണെന്ന് പറയുന്നത്. അപ്പൊ അതായത് നിത്യേര കൃഷ്ണദാസ. അതുപോലെ തന്നെ ഏകലേ കൃഷ്ണ എന്ന് വെച്ചാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ഭഗവാൻ. ഏകലേ ഈശ്വര കൃഷ്ണ സഭ ഭൃത്യ. എല്ലാവരും, മറ്റുള്ളവരെല്ലാം ഭൃത്യന്മാരും. അതുപോലെ തന്നെ ഒരേ ഒരു ഭഗവാനേ ഉള്ളൂ, അതാണ് ഏകലേ ഈശ്വര കൃഷ്ണ. അത് കൃഷ്ണനാണ്. അപ്പൊ ആ കൃഷ്ണനെ നമ്മൾ മനസ്സിലാക്കാൻ അതിനാണ്. അപ്പൊ ആ സംബന്ധം മനസ്സിലാക്കിയിട്ട് പിന്നെന്ത് ചെയ്യണം? അഭിധേയം ചെയ്യണം. അഭിധേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ ഡ്യൂട്ടി, കർത്തവ്യം? ഭഗവാനെ സേവിക്കുക, അതായത് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം തരത്തിലുള്ള 9 തരത്തിലുള്ള ഭക്തിയുത സേവന മാർഗങ്ങളിലൂടെ, നവവിധ ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അത് ചെയ്യുന്നതാണ് അഭിധേയ. അപ്പൊ സംബന്ധായിയായി അഭിധേയ, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്താണ് പ്രയോജനം? അതാണ് പ്രയോജനം. സംബന്ധ, അഭിധേയ, പ്രയോജനം. പ്രയോജനം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അതിനകത്ത് എന്ത് ബെനിഫിറ്റ് ആണ്, എന്ത് പ്രയോജനം കിട്ടും നമ്മൾ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ? എന്താണ്? നമ്മുടെ ജീവിത ലക്ഷ്യമായ ഭഗവാനിലേക്ക് നാം തിരിച്ചെത്തും. ഭഗവത് പ്രേമം നമുക്ക് നേടാൻ പറ്റും. അപ്പൊ ഭഗവത് പ്രേമം എന്ന് പറയുന്നത് വളരെ റെയറായിട്ട്, വളരെ വിരളമായിട്ട് ഈ ഭൗതിക ലോകത്തുള്ളതാണ്. കാരണം ഈ ഭൗതിക ലോകം മുഴുവൻ മായയാൽ
എന്താ അതാ മായ അപകൃത ജ്ഞാനം, അതായത് മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്, മായയുടെ പിടിയാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും അവബോധം. അതാണ് നമ്മുടെ അവബോധം ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഈശ്വര വിസ്മൃതിയിലായി പോയി. അപ്പൊ നമുക്ക് എല്ലാം ഭൗതികമായ ചിന്താഗതികളും ഭൗതികമായ വീക്ഷണങ്ങളും മാത്രമേ ഉള്ളൂ ജീവാത്മാവിന്. അപ്പൊ അതിനെയൊക്കെ തൊട്ടുണർത്തി കൊണ്ടുവരികയാണ് ഭഗവാൻ. അത് തന്നെയാണ് ഇവിടെ ആ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനനിലൂടെ ചെയ്യുന്നത്. അത് തന്നെയാണ്. അർജുനനും ഭഗവാൻ ആരാണെന്ന് മറന്നുപോയി. ഭഗവാനും സുഹൃത്താണ് അത്, പക്ഷെ അവര് അത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം മാത്രം ആയിട്ടാണ് അർജുനൻ ആദ്യം കരുതിയത്. പിന്നെ അതുപോലെ അതെല്ലാം അദ്ദേഹം ഭഗവാൻ വീണ്ടെടുത്ത് കൊടുക്കുകയാണ്. അതാണ് റീ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ജീവാത്മാവ് മറന്നുപോയിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ആ ബന്ധത്തെ വീണ്ടും പുനഃസ്ഥാപിച്ച് അത് ജീവിതത്തിൽ നമ്മൾ എന്താ പ്രായോഗികമാക്കി തീർക്കണം. അപ്പൊ അതൊക്കെയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മരണസമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാനൊക്കത്തുള്ളൂ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഇതെല്ലാം ഇപ്പൊ നീ കേട്ടല്ലോ, അതുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് നീ എല്ലായ്പ്പോഴും എന്നെ കൃഷ്ണൻ എന്ന രൂപത്തിൽ ആരാധിക്കണം, സ്മരിക്കണം. അപ്പൊ ഈ സ്മരണ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്ത് എപ്പോഴും നമ്മുടെ ചിന്തകൾ അതാണ് ഭൗതികമായ ചിന്തകളായതുകൊണ്ട്, ഭൗതികമായ അവബോധത്തിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഭഗവത് ചിന്തകൾ വളരെ കുറവാണ്. അഥവാ നമ്മൾ അതുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്, അതാണ് അഭ്യാസേനതു കൗന്ദേയ. മനസ്സെപ്പോഴും ചഞ്ചലമാണ്, മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്. അപ്പൊ ഈ അസ്വസ്ഥമായ മനസ്സിനെ എങ്ങനെ ഭഗവത് സ്മരണയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. കാരണം നമ്മുടെ മനസ്സെപ്പോഴും ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്. വളരെ അതിനെ അടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നീ മനസ്സിനെ അടക്കി അത് അഭ്യാസം ചെയ്ത് അഭ്യാസവും വൈരാഗ്യവും പരിശീലിച്ച് നിനക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ അഭ്യാസമാണ്, പ്രായോഗികമായിട്ടുള്ള പരിശീലനമാണ്. നാം നാമം ജപിക്കുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും ശ്രവിക്കുന്നതും ഭാഗവത ശ്രവണവും അതുപോലെ ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗവും ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവർത്തി, പിന്നെ അതുപോലെ രുചി, നിഷ്ഠ, ഭാവ, ആസക്തി, ഭാവ, പ്രേമ, ഇതെല്ലാം ആ പ്രേമം നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോജനം ഭക്തിയുത സേവനത്തിലൂടെ. നമ്മൾ ഇതെല്ലാം ഭക്തിയുത സേവനത്തിന്റെ ഓരോരോ മാർഗങ്ങളാണ്. വിശ്വാസത്തോടുകൂടി നമ്മുടെ ആചാര്യന്മാരെയും അതുപോലെ ഭഗവാനിലുള്ള പിന്നെ പൂർണ്ണമായും അർപ്പിച്ച് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം നമുക്ക് നേടാനാവും. അതുപോലെ തന്നെ പറയുന്ന എന്താണ്? പിന്നെ അതുപോലെ നമ്മള് അതിനെ മാത്രം നോക്കിയിരിക്കണ്ട. നിരന്തരമായ പ്രാക്ടീസ് എന്ന് വെച്ച് നമ്മൾ വെളുപ്പിനെ നാമം ജപിക്കുക, പിന്നെ എപ്പോഴും 24 hours പിന്നെ ഇപ്പം അർജുനൻ പറഞ്ഞായിരുന്നു, എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ വയ്യ കൃഷ്ണ, എനിക്ക് പിന്നെ ഈ രാജ്യത്തോടോ സുഖത്തോടോ ഒന്നും യാതൊരു താല്പര്യവും തോന്നില്ല, അതുകൊണ്ട് ഞാൻ കാട്ടിലെങ്ങാനും പോയി തപസ് അനുഷ്ഠിച്ചുകൊള്ളാവുന്നു. അപ്പൊ അർജുനൻ പറഞ്ഞു, അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞത്? നീ ഭീരുവാണ്. നാളെ ആൾക്കാർ പറയും അർജുനൻ ഒരിക്കലും ഭഗവത്ഗീത ഉപദേശിക്കണം, ഈ ഒരു ശാസ്ത്രം അർജുനന് പറഞ്ഞു കൊടുക്കണം. അർജുനൻ എന്നല്ല, ഈ ഒരു സമൂഹത്തിന്, ഈ ലോകത്തിന് വേണ്ടി നഷ്ടപ്രായമായി പോയ ഈ ശാസ്ത്രത്തെ, ദൈവശാസ്ത്രത്തെ, ഈ എന്താ പറയാ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ പറഞ്ഞു കൊടുക്കണം. അത് വീണ്ടും പുനഃസ്ഥാപിക്കണം. നേരത്തെ നഷ്ടപ്പെട്ടു പോയി, ആ പരമ്പരയെ മുറിഞ്ഞു പോയി. അപ്പൊ ഇനി അത് എനിക്ക് പുനഃസ്ഥാപിക്കണം. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. ഭഗവാന്റെ അവതാരത്തിനൊക്കെ പല പല ലക്ഷ്യങ്ങളാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ അർജുനൻ അങ്ങനെ പറഞ്ഞപ്പോ എന്താണ് കൃഷ്ണൻ പറഞ്ഞത്? നീ വെറും എന്താ പറയാ, നീ ക്ഷത്രിയ ധർമ്മം നീ നിലനിർത്തണം, നിന്റെ ധർമ്മം അനുഷ്ഠിക്കണം. ഇപ്പൊ നമുക്കെല്ലാം ഇപ്പൊ ആൾക്കാർ പറയും കൃഷ്ണാവബോധത്തിലൊക്കെ, ഈ കൃഷ്ണ കോൺഷ്യസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ സന്യാസിമാരായി പോവും. സന്യാസിമാരും ആകുന്നുണ്ട്. അതിനുള്ള യോഗ്യതയുള്ളവർ സന്യാസിമാരാകും, സന്യാസികളാവണം. പക്ഷേ നമ്മളെ ഗൃഹസ്ഥരായിട്ടുള്ള നമുക്ക് സന്യാസം പറഞ്ഞിട്ടില്ല. വിശേഷിച്ച് കലിയുഗത്തിൽ സന്യാസമേ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. കാരണം കലിയുഗം അത്രമാത്രം എന്താ പറയാ പൊങ്ങച്ചത്തിന്റെയും കാപട്യത്തിന്റെയും ഒക്കെയാണ്. സന്യാസിമാര് പോലും ഫോൾ ഡൗൺ ആയി പോകും, ആരെങ്കിലും സന്യാസം സ്വീകരിക്കുന്നവര്. നമുക്കറിയാം ഒരുപാട് വ്യാജ സന്യാസിമാരൊക്കെ ഉണ്ട്. പക്ഷെ കൃഷ്ണാവബോധത്തിൽ വരുന്നവര് അവരത്രമാത്രം നിഷ്കർഷയോടുകൂടി കൃഷ്ണാവബോധം പരിശീലിച്ചാണ് ആ ഒരു നിലയിലേക്ക് അവരെത്തുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്വധർമ്മം
നമ്മൾ നിറവേറ്റണം. നമുക്ക് എന്തെല്ലാം സ്വധർമ്മങ്ങളുണ്ട്, നമുക്ക് സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം. കാരണം അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ ക്ഷത്രിയനാണ്, അതുപോലെ തന്നെ അവനൊരു വലിയ സേനാനായകനാണ്. അപ്പൊ രാജ്യത്തെ രക്ഷിക്കേണ്ട, അതേപോലെ തന്നെ പ്രജകളെ പരിപാലിക്കേണ്ട ഒക്കെ ചുമതലയുള്ള ആളാണ്. അല്ലാതെ വെറുതെ പോയി കാട്ടിൽ പോയിരുന്ന് ഞാൻ ഭിക്ഷയാചിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ ആർക്കും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊന്നും കൃഷ്ണ കോൺഷ്യസിൽ ഇല്ല. കൃഷ്ണ കോൺഷ്യസിൽ ഉള്ള ഒരു 50 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പം നിനക്ക് പിന്നെ എന്താ വനം വ്രജേത് എന്ന് എന്താ പറയാ, നമ്മുടെ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, വനം വ്രജേത്, വനത്തിൽ പോകണം, അവിടെ ഓക്കെ നമുക്ക് വാനപ്രസ്ഥം സ്വീകരിക്കും. അതൊക്കെ എന്താണ് പറ്റുന്നവർക്ക് മാത്രം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ അറ്റാച്ച്മെന്റ് കുറയ്ക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് സ്വയം ഈ നമ്മുടെ ശരീരത്തോടോ ബന്ധുക്കളോടോ ഒന്നുമല്ലാത്ത അറ്റാച്ച്മെന്റ് കുറച്ചിട്ട് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക, ഒപ്പം ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുക. അതാണ് അതായത് മാം അനുസ്മര എന്ന് പറയുന്നത്. എന്നെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യുക, അപ്പൊ നിന്റെ പ്രവർത്തികൾ എന്നിൽ അർപ്പിതമാകും. അപ്പൊ എന്തും ഭഗവാന് സമർപ്പിതരോഷി യദസ്നാശി യജുഹോഷി തദാസി യത് തപസ്യാസു കൗന്ദേയ മത് പുരുഷാമതർപ്പണം. എന്താണ്, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നു, ഇതെല്ലാം എനിക്കായി അർപ്പിച്ചു ചെയ്യുക. എന്ത് ചെയ്താലും അത് ഭഗവാൻ അർപ്പിച്ചു ചെയ്യുക. അപ്പൊ ആ മനസ്സ് എന്നിൽ അർപ്പിതമാകും, നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ സ്ഥിരമാകും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതാണ് മാമേ അപ്പൊ നിന്റെ മൈ അർപ്പിത മനോബുദ്ധി, അപ്പൊ എന്നിൽ നിന്റെ മനസ്സും ബുദ്ധിയൊക്കെ നിവേശിപ്പിക്കുക. നിന്റെ മനസ്സിനെ നീ അങ്ങനെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് നിന്റെ ജോലി വെടിയാൻ ഇപ്പൊ നമ്മളോടൊന്നും ഭഗവാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, നിങ്ങളൊക്കെ ജോലി ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. നമുക്ക് അതിന് കഴിയില്ല. കാരണം നമ്മുടെ ജീവിതം നിലനിർത്തണം, ആത്മാവിനെയും ശരീരത്തിനെയും നിലനിർത്തേണ്ട കടമ നമുക്കുണ്ട്, കടപ്പാടുണ്ട്. നമുക്ക് എന്താണ്, കുടുംബമുണ്ട്. നമ്മളൊരു ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ നമ്മള് അതിന് പക്ഷെ അറ്റാച്ച്മെന്റ് ഇല്ലാതാവണം. അവരെ ഒക്കെ നമ്മളിപ്പോ കുടുംബാംഗങ്ങളെ ആയാലും ഒക്കെ സ്നേഹിക്കുന്നതൊക്കെ അവരെ കൃഷ്ണാവബോധത്തിൽ കണ്ട്, ഭഗവാന്റെ അംശമാണെന്ന് കണ്ട് അവരെ കൂടെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് എല്ലാവരോടും ഇരുന്ന് കൃഷ്ണാവബോധം പരിശീലിക്കണമെന്നാണ് പറയുന്ന ഗൃഹസ്ഥര്. അപ്പം എന്ന് വിചാരിച്ച് ഇപ്പൊ നമുക്ക് അതിനകത്ത് നമ്മുടെ കർത്തവ്യങ്ങളൊന്നും വെടിയേണ്ട കാര്യമില്ല, അതൊക്കെ അപ്രായോഗികമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ ഒരിക്കലും നിർദ്ദേശിക്കുകയുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീര സന്ധാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് പ്രവൃത്തി ചെയ്തേ മതിയാകൂ. അപ്പം മാനവ സമുദായം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളെ ഭഗവാൻ ഈ ചാതുർവർണ്ണയം വരെ കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭഗവാൻ ചാതുർവർണ്ണയം മയാസൃഷ്ടം, അതായത് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, അവനവന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒപ്പം ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുക. പിന്നെ എന്താണ് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇവർക്കെല്ലാം അവരവരുടെ നിലകളിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗം അവര് പരിശീലിക്കുക. ഇതൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ല ഒരിക്കലും എന്താണ് ഭഗവാനെ സ്മരിക്കണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കണമെന്ന് വിചാരിച്ച് ആത്മസമർപ്പണം ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മള് ചെറുപ്പത്തിലെ തന്നെ നമുക്ക് കർത്തവ്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ബ്രഹ്മചാരികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരുപാട് ഭക്തന്മാർ അങ്ങനെ ഭഗവാൻ ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ സേവനം ചെയ്യാൻ വേണ്ടി അവര് വീട് ഉപേക്ഷിച്ചിട്ട് വന്ന് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അമ്പലങ്ങളിൽ ചേർന്നിട്ട് അവരവിടെ സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭഗവാൻ അവര് കാരണം ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് 25 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ഗാർഹസ്ഥ്യം സ്വീകരിക്കണമെന്നാണ്. അത് ഭഗവാൻ കാരണം ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കണം. പിന്നെ അല്ലെങ്കിൽ അതിനുവേണ്ടി വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി, അതിനുള്ളിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം അതൊരു ചിട്ടയായ രീതിയിൽ തന്നെയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ ഭഗവാൻ വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ ഇപ്പം കലിയുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പൊ സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. വർണ്ണാശ്രമ വ്യവസ്ഥയൊക്കെ ഇപ്പം അത് അപ്രായോഗികമാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് മാത്രമാണ് കലിയുഗത്തിലേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്
ഭഗവത് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹരിനാമം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാമം ജപിച്ച് ഭഗവാന് എന്തെങ്കിലും പറ്റുന്ന തരത്തിലുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും അതുപോലെ ഭഗവത് ഭക്തന്മാരുമായിട്ട് സംഘം ചേരുകയൊക്കെ ചെയ്യുമ്പോഴാ നമ്മളിൽ ആ സ്മരണ തനിയെ ഉണർന്നു വരും. എപ്പോഴും ആ ഒരു കാര്യം ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ വരും. ഭഗവാന്റെ രൂപത്തെ മാത്രം ചിന്തിച്ചില്ലേലും ഭഗവാന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ നാമം, കാരണം ഇതൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും. ഭഗവാന്റെ നാമവും രൂപവും ഗുണവും ലീലകളും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരുപക്ഷെ ഭഗവാന്റെ ഇപ്പൊ നമ്മൾ കഥകള് ഭഗവത്ഗീതയിലെ ഓവർവ്യൂ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ ഭഗവാനെ സ്മരിക്കുന്നതാണ് ഉദാഹരണമാണ്. അതുപോലെ ഹരികഥ നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണ്, നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇതെല്ലാം സ്വയം ഭഗവാൻ തന്നെയാണ്. ഭാഗവതമായാലും ഭഗവാനായാലും രൂപമായാലും ലീലകളായാലും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അങ്ങനെ നമ്മൾ പരിശീലിച്ച് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും ആ ഭാവവും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഭഗവാനും പറയുന്നുണ്ട് 24 മണിക്കൂറും സതതം കീർത്തയേന്തോമാ. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും നമുക്ക് നാവ് കൊണ്ടും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുവാണെങ്കിലും, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ സേവനത്തിൽ ഇരിക്കുകയാണെങ്കിലും, ഹസ്ബൻഡിന്റെ സേവനത്തിൽ ഇരുന്നാലും, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കി എന്ത് സമയത്ത് ചെയ്താലും നമുക്ക് തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കാം. ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഇന്നലെ കേട്ട ഭാഗവതത്തെ കുറിച്ച് ചിന്തിക്കാം. ഇന്ന് കേട്ട ഭഗവത്ഗീതയുടെ ഓവർവ്യൂവിനെ കുറിച്ച് ചിന്തിക്കാം. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനും ഇതൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പം ഭഗവാൻ പറയുന്നുണ്ട് സതതം കീർത്തയേന്തോമാ. എപ്പോഴും നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. ചിലർ ചോദിക്കുമോ അതെങ്ങനെ 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നേ? എപ്പോഴും 24 മണിക്കൂറും എങ്ങനെയാ ഭഗവാന്റെ നാമം ജപിക്കുന്നത്? മാല എടുത്ത് വെച്ച് ജപിക്കാനല്ല. അതിനൊക്കെ ആചാര്യന്മാർ, ഇപ്പൊ ഹരിദാസ് താക്കൂറെ പോലുള്ള അതീവ ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് പറ്റും. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ലൗകികരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്താ പറ്റുന്നത്? നമ്മളെ കൊണ്ട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും അതൊരു ശീലമാക്കണം. നമ്മൾ ഇപ്പൊ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, എഴുന്നേൽക്കുമ്പോഴും നാമം ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, ഗുരുവിനെ സ്മരിക്കുക, അതുപോലെ തന്നെ നമ്മൾ പ്രഭുപാദിനെ സ്മരിക്കുക, നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുക, നാമം ജപിക്കുക, പിന്നെ ഭഗവാന് വേണ്ടുന്ന നിവേദ്യങ്ങൾ അർപ്പിക്കുക, ഭഗവാന്റെ വിഗ്രഹം വീട്ടിലുണ്ടെങ്കിൽ അതിനെ അഭിഷേകം ചെയ്യുക, കുളിപ്പിച്ച് അതിനെ അഭിഷേകം ചെയ്ത് അതിന് ആടയാഭരണങ്ങൾ, ഇതൊക്കെ ഭഗവത് സേവനങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് കൃഷ്ണാവബോധത്തിലാണ്. അതിനാണ് ആക്ച്വലി കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. നമ്മൾ ഭൗതികമായ അവബോധത്തിൽ നമുക്ക് എപ്പോഴും മറ്റേത് ഭൗതികമായ അവബോധങ്ങളായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നർ, ഇതൊക്കെ എന്താ ഉണ്ടാക്കും, മറ്റുള്ളവർ അത് പറയുന്നു ഇത് പറയുന്നു, അവരുമായിട്ടുള്ള സംഘം, അവർ പറയുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ സ്വയം അതിനെക്കുറിച്ച് മനനം ചെയ്യുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഫോൾട്ട് ഫൈൻഡിങ്, ഇപ്പൊ ഇങ്ങനെ അങ്ങ് പ്രഗൽഭം ഇത്, പിന്നെ അതുപോലെ അമിതമായി കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി അവര് ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഭൗതികമായ ആ അവബോധത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് പെട്ടെന്ന് ഒരു ടേണിംഗ് പോയിന്റ് ആണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഇത് ഭഗവത്ഗീതയിലൂടെ അതിന്റെ തത്വശാസ്ത്രത്തിലൂടെയാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ആചാര്യന്മാർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ത്രീ അവര് ഭർത്താവിനെ നല്ല രീതിയിൽ സേവിക്കുകയാണ്. പക്ഷെ അവർക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? ഈ ഭർത്താവിനെ കൂടുതൽ നല്ല രീതിയിൽ സേവിക്കാൻ നോക്കും, അല്ലെ? നല്ല രീതിയിൽ അദ്ദേഹത്തിന് സംശയമൊന്നും തോന്നാത്ത വിധത്തിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് നമ്മൾ സേവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മനസ്സ് മൊത്തം ആരിലായിരിക്കും? കാമുകനിലായിരിക്കും. അതേപോലെ നമ്മൾ ഭൗതികമായ കർമ്മങ്ങൾ, അതിനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. പിന്നെ അതായത് നമ്മൾ ഭൗതികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ ഇങ്ങനെ വ്യാപരിക്കുകയായിരിക്കും. ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമം, ഭഗവാന്റെ എന്താ പറയാ ഗോപികമാരുമായിട്ടുള്ള ഭഗവാൻ അനുഷ്ഠിച്ച കഥകള്, ഇതെല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് സ്മരിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഒരു പ്രേമഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എപ്പോഴും ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എപ്പോഴും അദ്ദേഹത്തിന്റെ നന്മകള്, ഗ്ലോറി, മഹാത്മ്യം കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ ആ ഒരു ആരാധന മനോഭാവം ക്രമേണ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും. അത് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പം അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വളർത്തിയെടുക്കേണ്ട. രുക്മിണി ദേവി ഭഗവാനെ കണ്ടിട്ടേ ഇല്ല.
ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ കേട്ട് 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 ആണ് രുക്മിണി ദേവിക്ക് ഭഗവാനോട് അതീവ പ്രേമം ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രേമഭാവം വളർത്തിയെടുക്കണം. അപ്പൊ അർജുനൻ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. പിന്നെ എപ്പോഴും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. അതേസമയം യോദ്ധാവുമാണ്. നേരിച്ച് അദ്ദേഹത്തിന്റെ ഭഗവാനെ ചിന്തിക്കുന്നെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ കർമ്മം വെടിയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് കാട്ടിൽ പോയി തപസ് ചെയ്യാനൊന്നും ഭഗവാൻ റെക്കമെൻഡ് ചെയ്യാഞ്ഞത്. അർജുനൻ അങ്ങനെ പറഞ്ഞെങ്കിലും അന്നേരത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാ. എനിക്കിവരെയൊക്കെ കൊന്നിട്ട് ഇപ്പൊ എന്ത് സാധിക്കാനാ, എനിക്കിപ്പോ രാജ്യമൊന്നും വേണ്ട, ഞാൻ കാട്ടിൽ പോയി തപസ് അനുഷ്ഠിച്ചോളാം എന്ന് പറയുമ്പോ എന്നാ നീ പോയി എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നോ എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. അതൊന്നും പ്രായോഗികമല്ല. കൃഷ്ണൻ പറഞ്ഞ എന്താ, നീ അനാര്യനെ പോലെയാണ് സംസാരിക്കുക, ഇവിടെ ഇതൊക്കെ നിനക്ക് എങ്ങനെ വന്നു പെട്ടു നിന്നിൽ? അർജുന, നീ ഒരു യോദ്ധാവാണ്, നീ ഒരു ക്ഷത്രിയനാണ്, നിനക്ക് ഒരുപാട് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്, നിന്റെ കർത്തവ്യം നീ ഒരിക്കലും കൈവെടിയാൻ പാടില്ല. ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അതൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം എപ്പോഴും പ്രാക്ടിക്കൽ ആണ്, അത് സെന്റിമെന്റ്സ് അല്ല. അർജുനന് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ടായി, നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാകും കൃഷ്ണാവബോധത്തില്. നമ്മൾ ഈ എന്താ പറയാ, ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു ഇതൊന്ന് ഫാമിലിയൊക്കെ ഉപേക്ഷിച്ചില്ല മായാപുരം എങ്ങാനും പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെയൊക്കെ എത്ര സുഖമാ, എത്ര സന്തോഷമാ എന്നൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ അതൊന്നും പ്രായോഗികമല്ല. നമ്മളെ എപ്പോഴും ഇപ്പം മായാപുരം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അവിടെ പോയി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കർത്തവ്യം ഉപേക്ഷിച്ചിട്ട് പോകാൻ ഭഗവാൻ പറയുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് അവിടെ പോയിരിക്കാം. അവിടെ എപ്പോഴും ഇപ്പം ശ്രീല പ്രഭുപാദ എന്താ ചെയ്തു, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അർജുനനെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം, പ്രവർത്തിക്കാം. പക്ഷെ യോഗ പദ്ധതി, അർജുനന് കൃഷ്ണൻ നിർദ്ദേശിച്ച യോഗ പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയാ, ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി നീ പ്രയോഗിച്ചിട്ട്, നിന്റെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചിട്ട് നീ നിന്റെ കർത്തവ്യം നീ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അർജുന ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അപ്രായോഗികമായിട്ട് തോന്നും എനിക്ക്. ഇപ്പൊ ധ്യാനയോഗം പറഞ്ഞു കൊടുത്തപ്പോ എന്താ പറഞ്ഞത്, അത് എന്റെ മനസ്സ് ചഞ്ചലമാണ്, അന്നേരമാണ് മനസ്സ് ചഞ്ചലമാണെന്നൊക്കെ പറയുന്നത്. അപ്പം ഈ അവസ്ഥയില് അപ്പൊ ഇതൊക്കെ എനിക്ക് അപ്രായോഗികമാണ്, അസഖ്യമാണെന്നൊക്കെ തോന്നുന്നു. കാരണം മനസ്സെന്ന് പറയുന്ന അത്ര ഇരിപ്പുറയ്ക്കത്തില്ല, ചഞ്ചലമാണ്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് യോഗിനാം അപി സർവേഷാം, അതായത് പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുന്നതൻ അല്ലെങ്കിൽ അത്യുത്തമനായിട്ടുള്ള യോഗി. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ യുക്ത തമോമദഃ. എന്നിൽ എപ്പോഴും ദൃഢതമമായ യോഗത്തിൽ വ്യാപരിക്കുന്നവൻ. മനസ്സ് എപ്പോഴും ആ മനസ്സിനെയാണ് ഇവിടെ നമ്മൾ മനസ്സിനെ എപ്പോഴും, നമ്മുടെ മനസ്സ് വളരെ വളരെ മോശമാണ്. മനസ്സെന്ന് പറയുന്നില്ല, കുരങ്ങനെ പോലെയാണെന്നാ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിൽ, അവിടുന്ന് അടുത്ത ശാഖയിലേക്ക്. പക്ഷെ നമ്മുടെ മനസ്സിനെ അടക്കാനുള്ള ഏറ്റവും നല്ല ഒരു വിദ്യയാണ് കൃഷ്ണാവബോധ പരിശീലനം എന്ന് പറയുന്നത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് ബുക്കുകൾ വായിക്കാം, ഭഗവാനെ കുറിച്ച് നമുക്ക് ശ്രവിക്കാം, ഭക്തന്മാരുടെ ലെക്ചേഴ്സ് ഒക്കെ ഒരുപാട് പിന്നെ നമുക്ക് ഇപ്പൊ കേൾക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമം ജപിക്കാം, അതുപോലെ തന്നെ ഭഗവാനെ സേവിക്കാൻ ഇപ്പൊ മാല കെട്ടിയിടാം, ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കാം, അതുപോലെ മറ്റുള്ള ഭക്തന്മാരെ വിളിച്ചിരുത്തി നാമം ജപിക്കുക, അവരോട് ഭഗവാന്റെ കഥകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ കഥകളെ കുറിച്ച് പറയുകയും അത് മനനം ചെയ്യുകയും ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള മാധുര്യ ലീലകളെ കുറിച്ച് പറഞ്ഞു, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ഇതെല്ലാം പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൃഷ്ണനെ സ്മരിച്ച് പിന്നെ അപ്പൊ നമ്മുടെ കർത്തവ്യം അവളുടെ ഭഗവാൻ കൂടുതൽ ഊന്നൽ കൊടുത്തത് അതിനാണ്. നീ ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മം നീ അനുഷ്ഠിക്കണം. യുദ്ധം ചെയ്താൽ നീ, അതായത് കൃഷ്ണനെ സ്മരിച്ചിട്ട് യുദ്ധം ചെയ്താൽ, ഈവൻ നീ മരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, യുദ്ധത്തില് നിനക്ക് മരണസമയത്തും കൃഷ്ണനെ ഓർക്കാൻ പറ്റും. നിനക്ക് എന്നെ കണ്ടുകൊണ്ട് മരിക്കാം. ഇപ്പം അതുപോലെ തന്നെ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാല് വീരചരമം പ്രാപിക്കും, അത് സ്വർഗത്തേക്ക് ഉയർത്തപ്പെടും. ഉയർന്ന അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ലോകങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടും. ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നീ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി കഴിഞ്ഞാൽ നിന്നെ നാളെ ലോകം പഴിക്കും. അർജുന, അത് നിനക്ക് പറ്റിയതല്ല എന്ന് പറയുന്നു. പിന്നെ നമ്മള് മനസ്സും ബുദ്ധിയും കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെ? ശരീരം കൊണ്ട്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ,
ബോട്ട് പോലെയാണ്. നമുക്ക് ഭവസാഗരം കടക്കാൻ നമ്മൾ ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നെങ്കിലും നമ്മള് സേവനങ്ങൾ കൈകൊണ്ട് അനുഷ്ഠിച്ചാൽ പോരാ. ചിലര് ഈ വൈദിക ചടങ്ങുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതായത് മണിയടിച്ചവര് വൈദിക മന്ത്രങ്ങളൊക്കെ പറയും. പക്ഷെ അവരുടെ മനസ്സ് ഒരു പക്ഷേ നമുക്കറിയില്ല എത്രമാത്രം അതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ബുദ്ധിയും മനസ്സും ഭഗവാനിൽ അർപ്പിക്കണം. അപ്പൊ ബുദ്ധിയും മനസ്സും ഭഗവത് സ്മരണയിൽ വ്യാപൃതമാകുമ്പോഴാണ് അതൊക്കെ ഒരു വലിയ അതാണ് പരിശീലനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് പറയുന്നത്, നാമം ജപിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മനസ്സല്ലെങ്കിൽ പല വഴിക്കും പോകും. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ അത് ഇന്ദ്രിയ നിയന്ത്രണം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മൾ എന്താ പറയാ നിഗ്രഹിക്കണം. അതായത് നമ്മുടെ പ്രാക്ടീസ് പരിശീലനം കൊണ്ട് അതിനെ നമ്മള് എന്താ പറയാ നമ്മുടെ വരുതിയിൽ വരുത്തണം. മനസ്സിനെ, ചഞ്ചലമായ മനസ്സിനെ നമ്മള് നമ്മുടെ വരുതിയിൽ വരുത്തണം. അതൊക്കെയാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മനസ്സും ബുദ്ധിയും ഭഗവത് സ്മരണയിൽ നിരന്തരമായിട്ട് നമ്മൾ പരിവേശിപ്പിക്കണം. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണസേവനത്തിൽ മുഴുകിയാൽ തനിയേ തന്നെ ഇന്ദ്രിയങ്ങളായാലും മനസ്സായാലും അത് ഭഗവാനിൽ മുഴുകിയിരിക്കും. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി. ഇപ്പൊ ഭഗവാന്റെ ആ രൂപം, ശ്യാമസുന്ദര രൂപം എപ്പോഴും ഓർക്കണം എന്ന് പറയുന്നെങ്കിലും നമ്മള് ഇപ്പൊ ഭഗവാന് നിവേദ്യം ഉണ്ടാക്കണം. അപ്പൊ ആ നിവേദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഭഗവാന്റെ വിഗ്രഹ ആരാധന ചെയ്യുമ്പം നമ്മൾ രാവിലെ വെളുപ്പിനെ മംഗളാരതി ചെയ്യുമ്പം, സന്ധ്യാരതി ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ആ കീർത്തനം പാടുമ്പോഴാ ആചാര്യന്മാരാണ് കീർത്തനങ്ങൾ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഭാവമാണ് ആ കീർത്തനത്തിനകത്ത് മുഴുവൻ, അവരുടെ ഉള്ളിലെ ഹൃദയത്തിലെ ആ ഭക്തിയുടെ ഭാവം. അപ്പൊ ആ ഭാവത്തിൽ വേണം നമ്മൾ ആ സേവനം ചെയ്യാൻ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ പരിശീലനത്തിൽ കൂടി നമ്മൾ ആർജിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പരിശീലിച്ച് നമ്മള് ആ ഒരു എന്താ പറയാ ഭഗവത് സ്മരണയുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം ഒക്കെ ആരാ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? പ്രഹ്ലാദ മഹാരാജാവ് 9 പ്രക്രിയകളാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെ. അദ്ദേഹം തന്റെ സഹപാഠികൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പം നമ്മളെപ്പോഴും അതായത് നമ്മളെപ്പോഴും സാക്ഷാത്കാരം സിദ്ധിച്ച ഒരാളിൽ നിന്ന് ഭഗവത്ഗീത കേട്ട് അത് ആ ചിന്തകളെയാണ് നമ്മൾ പരമപുരുഷനിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ശരീരത്യാഗം നടക്കുന്ന സമയത്തും, അതായത് ത്യജത്യന്തേ കളേവരം, ഈ ശരീരം ത്യജിക്കുന്ന സമയത്തും ആ ഭഗവാന്റെ സ്മരണ നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ ഭഗവാൻ സ്മരണ വന്നെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ അടിയുറച്ച് ഇരിപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിഷ്ഠയ്ക്ക് ഒരു കോട്ടവും വരത്തില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ചിലപ്പോ ഫോമായിലായി പോവും. പക്ഷെ എന്നാലും ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാൻ ഓർക്കും ഈ ഒരു ഭക്തൻ ഇത്രയും കാലം എന്നെ സ്മരിക്കുകയും ഭഗവത് സേവനം ചെയ്യുകയും ഭഗവത് സ്മരണയിൽ നിരന്തരമായ പരിശീലനം ചെയ്യുകയൊക്കെ ചെയ്തയാളാണ്. ഒരിക്കലും ഭഗവാന് കൈവെടിയാൻ കഴിയില്ല. ഭഗവാൻ സ്വയം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ അതാണ് അഭ്യാസ യോഗം എന്ന് പറയുന്നത്. അഭ്യാസ യോഗയുക്തേന ചേതസ അന്യഗാമിന, അതായത് പരമ ദിവ്യോത്തം പുരുഷനായിട്ട് എന്നെ ധ്യാനിക്കുന്നവൻ, അതായത് നിരന്തരമായിട്ടുള്ള മനസ്സ് വ്യാപൃതമായി എന്നെ കുറിച്ച് ചിന്തിക്കുന്നവൻ പഥപൃഷ്ഠനാകാതെ, എന്ന് വെച്ചാൽ ആ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കും. ഇതൊക്കെ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉറപ്പുകളാണ്. അതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ചിലര് ചോദിക്കും, ഇതൊക്കെ ചെയ്തെന്ന് വിചാരിച്ച് അവസാനം ഭഗവാനിൽ എത്തിച്ചേരുമെന്ന് എന്താ ഉറപ്പ്? വൈകുണ്ഠത്തിൽ പോകും, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ പോകും. ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. ഭഗവാൻ സ്വയം പറഞ്ഞതാണ്. സ്വയം പത്മനാഭസ്യ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇതെല്ലാം. അപ്പം അതൊക്കെയാണ്. അപ്പൊ ഇതൊരു വലിയ വിഷമേറിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ പരിശീലനത്താൽ, അഭ്യാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അതാണ് തത്വിജ്ഞാനാർത്ഥം സ ഗുരു ഏവാഭിഗച്ഛേത് എന്ന് പറയുന്നത്. നമ്മൾ പരിചയസമ്പന്നനിൽ നിന്ന് ഇത് പഠിക്കണം, നമ്മുടെ ഗുരുവിൽ നിന്ന് ഇത് കേട്ട് പഠിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ഗുരുവിന്. അതായത് ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടെ അർജുനൻ. പിന്നീടാണ് പരമദിവ്യോത്തമ പുരുഷനായിട്ട്, ആദ്യം സുഹൃത്തായിരുന്നു, ആദ്യം ബന്ധുവാണ്, പിന്നീട് അവര് സുഹൃത്തുക്കളായി, പിന്നീട് അതിനുശേഷം എപ്പോഴും സുഹൃത്തിന്റെ ആ ഒരു നിലയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചതാണ് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്. പിന്നീട് അദ്ദേഹത്തിന് ഹൃദയ ദൗർബല്യം കൊണ്ട് എനിക്ക് നല്ലതേതാണ്,
എനിക്ക് പിന്നെ ഒന്നും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കൃഷ്ണ, ദയവ് ചെയ്ത് അങ്ങയുടെ ശിഷ്യനാക്കണമെന്നെ. കാർപ്പണ്യ ദോഷോ ബഹത സ്വഭാവ, അതാണ് ശിഷ്യത്വേഹം ശാന്തിമാ മാം പ്രപന്ന. എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച് അങ്ങ് ദയവ് ചെയ്ത് എന്റെ ഹൃദയ ദൗർബല്യം മനസ്സിലാക്കി എന്നെ രക്ഷിക്കണം. പിന്നീട് പിന്നെ അടുത്ത 11-ാമത്തെ അധ്യായത്തിലാ പിന്നെ വിഭൂതി യോഗം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, അതായത് അങ്ങ് പവിത്രമാണ്, അതുപോലെ തന്നെ പിന്നെ പവിത്രമായ ധാമമാണ്, പരംബ്രഹ്മമാണ്, പരംബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ. ഭഗവാനെയാണ് അങ്ങ് പരബ്രഹ്മമാണ്. അന്നേരമാണ് അദ്ദേഹത്തിന് ആ റിയലൈസേഷൻ ഉണ്ടായത്. അപ്പൊ നമ്മൾക്കും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ട്, ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ചിലർ നേരിട്ട് അങ്ങ് പറയില്ല. കാരണം എന്താ, അവർക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും അറിയില്ല. ഒരിക്കൽ നമ്മളിങ്ങനെ ഭക്തിവൃക്ഷ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളിനോട് ഞാൻ ചോദിച്ചു, പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവാനായിട്ട് തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, കേരളത്തിലുള്ള ആൾക്കാർക്ക് ആർക്കും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയില്ല, ഭഗവാൻ ആരാണെന്ന് അറിയില്ല. അപ്പം ചില ആൾക്കാർ ചോദിക്കും, പിന്നെ കലിയുഗത്തിലെ കൽക്കിയല്ലേ അവതാരം, പിന്നെ എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ നിങ്ങൾ ഭഗവാനായിട്ട് അംഗീകരിക്കുന്നത്? ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത്രഭാഷതം യജ്ഞൈ സങ്കീർത്തന പ്രായേ രജന്തിഹി സുമേധസ. ഭഗവാൻ എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും ഏത് ശരീരത്തിലും ഭഗവാൻ അവതരിക്കാൻ പറ്റും. ഏത് തരത്തിലും ഭഗവാൻ അവതരിക്കാൻ പറ്റും. അതൊന്നും നമ്മുടെ കാൽക്കുലേഷൻ പോലെയല്ല. നമുക്ക് അവിടുന്ന് ഇവിടെ നോക്കിയിട്ട് ചെറിയ ചെറിയ അറിവുകളേ ഉള്ളൂ. ഭഗവാനാണ് അറിവിന്റെ ഭണ്ഡാരം, ഇല്ലേ? അതൊക്കെ ശാസ്ത്രങ്ങളിൽ മുമ്പേ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭഗവാൻ ഇതുപോലെ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനമായിട്ട് അദ്ദേഹം വരും. ഭഗവാൻ അതൊരു ഇതാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിലും പറഞ്ഞിട്ടുണ്ട്, സുവർണവർണ്ണോ ഹേമാങ്കോ. സുവർണവർണ്ണത്തിൽ ഭഗവാൻ അവതരിക്കും. സ്വർണത്തിന്റെ ഉരുക്കിയ തങ്കത്തിന്റെ നിറമുള്ള ഭഗവാൻ നാമ പ്രചരിപ്പിക്കും. എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ യഥാർത്ഥ ഇതിനെ കുറിച്ചൊന്നും നമ്മളിങ്ങനെയൊക്കെ വായിച്ചു പോകുന്നല്ല. വിഷ്ണു സഹസ്രനാമം എത്ര പേര് വായിക്കുന്നവർക്ക് പോലും അതിന്റെ പൊരുൾ അവർക്ക് മനസ്സിലാവത്തില്ല. ഭഗവത്ഗീത ഭാഗവതം ഒക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, അവർക്ക് ആർക്കും അറിയില്ല. വിശേഷിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരു അറിവുമില്ല. പക്ഷെ ഭഗവാൻ സ്വയം, ഇല്ലേ, ഈ കലിയുഗത്തിന്റെ ഭക്തൻ, നമ്മളെ പോലുള്ള വെറും രക്തജീവാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി അത്ര കാരുണ്യവാനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീതയിലൂടെ അദ്ദേഹം ഇത്രയും ഉന്നതമായ ഈ രഹസ്യമായിട്ടുള്ള, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം, രാജവിദ്യയാണ്. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമാണ്. അതുകൊണ്ടാണ് പരിപൂർണമായിട്ടും ഭഗവാനെ അവരെ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമ്മളൊരു നിഗമനത്തിലെത്തണം. കാരണം ശാസ്ത്രങ്ങളിലൂടെ ഭഗവാൻ സ്വയം പറയുന്ന കാര്യങ്ങളാണ്, ഭഗവാന്റെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുപോലെ തന്നെ ആചാര്യന്മാരുടെ വാക്കുകൾ, അല്ലാതെ നമ്മുടെ ഊഹാപോഹങ്ങൾ. അതുകൊണ്ടാണ് മായാവാദികള് ഭഗവാന് രൂപമില്ല, വ്യക്തിഗത ഭ്രമത്തിൽ പോയി ലയിക്കാം, സായുജ്യം അടയാം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് ഭഗവാനെ കുറിച്ച് ഒരു രൂപവുമില്ല. ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ അവർ പല വിധത്തിൽ അവർ ഈശ്വരനെ കുറിച്ച്, പരമസത്യത്തെ കുറിച്ച്, നിരപേക്ഷ സത്യത്തെ കുറിച്ച്, പരബ്രഹ്മത്തെ കുറിച്ച് അവർക്ക് പല പല ധാരണകളാണ്. അതെല്ലാം ശരിയാവണമെന്നില്ല. മനസ്സിന്റെ ഊഹാപോഹങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം അത് ശരിയാവണമെന്നില്ല. നമ്മൾ അതിനുവേണ്ടിയാണ് ഗുരുവിനെ സമീപിക്കുന്നത്, ശാസ്ത്രത്തെ അവലംബിക്കുന്നത് എല്ലാം. കാരണം ഇതെല്ലാം അവരിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഗുരുവിൽ അടങ്ങിയിരിപ്പുണ്ടെല്ലാം, ശാസ്ത്രങ്ങളിൽ അടങ്ങിയിരിപ്പുണ്ടെല്ലാം. അപ്പൊ അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ അടക്കി ഈ ആധ്യാത്മിക ശാസ്ത്രം നമ്മൾ പരിശീലിച്ച് ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമുക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം അത് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. അതാണ് ആത്യന്തികമായ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം അത് പല വഴി, അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്, പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ധ്യാനയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഒരു പക്ഷേ ചിലർക്ക് പ്രാക്ടിക്കലാക്കി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭക്തിയോഗം, അതാണ് ഏറ്റവും ഉൾക്കാമ്പ് എന്ന് പറയുന്നത്. അതാണ് 12-ാം അധ്യായത്തിൽ
ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഭഗവാൻ വളരെ നിസാരമായിട്ടാണ് മന്മനാഭവ മദ്ഭക്തോ മദ്യാദീമം, നീ എന്റെ ഭക്തനായാ മതി, എന്നെ നമസ്കരിക്കുക. മദ്യാജീനാം നമസ്കരു, എന്നെ നീ നമസ്കരിക്കൂ, എന്നെ എന്റെ വെറും ഒരു ഭക്തനായാ മതി. എത്ര ഈസിയാണ്. ഭഗവാനെ സ്നേഹിക്കുന്നതിന് എന്താണ് നമുക്ക് ഉള്ള വിഷമം, ബുദ്ധിമുട്ട്? ഈ ലോകത്തോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഭഗവാനെ എല്ലാവർക്കും അംഗീകരിച്ചുകൂടാ? എല്ലാവരും അംഗീകരിക്കും, ഒരു പരിധി വരെ. അവർക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കർമ്മം അവരെ അനുവദിക്കുന്നില്ല. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ എല്ലാവരുടെ മുന്നിലും തുറന്നു കിടപ്പുണ്ട്, അല്ലെ? എല്ലാവർക്കും അതിനകത്തൂടെ പ്രവേശിച്ച് വിജ്ഞാനം നേടാം. പക്ഷെ എല്ലാവരും അതിന് തയ്യാറല്ല. ഏത് വർഗത്തിൽപ്പെട്ടവരായാലും അതിന് യാതൊരു വിലക്കുമില്ല ആർക്കും. ശൂദ്രന് പോലും, ശൂദ്രനാവട്ടെ സ്ത്രീ ആവട്ടെ, അതാണ് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയ്ക്കകത്ത്. അതായത് എന്നെ ആരാണോ ആശ്രയിക്കുന്നവര്, അവര് സ്ത്രീ ആവട്ടെ, വൈശ്യരാകട്ടെ, ശൂദ്രരാകട്ടെ, ഇവൻ മൃഗം, ഗജേന്ദ്രൻ, ആ ഗജേന്ദ്രൻ പോലും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചയാളാണ്. ആ ഒരു മൃഗത്തിന് എന്തറിയാം? അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഒരു ഭക്തനായിരുന്നു, രാജാവായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു സ്മരണ വന്നു ഭഗവാനെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കാൻ. അങ്ങനെയാണ് അത്രയും 1000 വർഷം അദ്ദേഹം ആ കഠിനമായിട്ടുള്ള ആ ക്ലേശങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഭഗവാന് ശരണാഗതി പ്രാപിച്ചത്. അങ്ങനെ എത്ര പേര്, എത്ര മൃഗങ്ങള്, നൃഗൻ, മഹാരാജ നൃഗൻ, അതിന്റെയൊക്കെ കഥ നമുക്കറിയാവുന്നതാണ്. അപ്പൊ എന്ന് പറയുന്നവർ ആരുമായാലും, കച്ചവടക്കാരനായാലും, പതിതരായാലും, തൊഴിലാളിയായാലും, പിന്നെ അതുപോലെ താണപടിയിൽ കിടക്കുന്ന ശൂദ്രരായാലും, മനുഷ്യജീവിയായാലും, അതുപോലെ തന്നെ പിന്നെ സ്ത്രീ ആയാലും, വൃദ്ധരായാലും, കുട്ടികളായാലും എല്ലാവർക്കും എന്നെ പ്രാപിക്കാം. അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. അതാണ് ഭക്തിയോഗത്തിലെ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി നാം എടുക്കണമെന്ന് മാത്രം. പിന്നെ അതുകൊണ്ടാണ് അപ്പം ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ജീവിതം പരിപൂർണമാക്കാനും ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാനും ഭഗവത്ഗീത നമുക്ക് ഉപകരിക്കും. അപ്പൊ നമ്മള് അതിനകത്ത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഭഗവത്ഗീത പഠിക്കുക, അതിലെ തത്വങ്ങളെ ഉൾക്കൊള്ളുക. പിന്നീട് അതിനുശേഷം നമ്മൾ ഭാഗവതം, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടെ ഉയർന്ന സ്റ്റഡിയാണ്, അല്ലെ? അപ്പൊ പിന്നീട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയുന്നു, പിന്നെ ചൈതന്യ ലീലകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും അറിയുകയും ആ ജ്ഞാനം നേടാൻ ശ്രമിക്കുകയും നമുക്ക് കുറെ ആ ഉത്സാഹം, അതാണ് ഉത്സാഹ നിശ്ചയ ധൈര്യ. ഉത്സാഹം വേണം, നിശ്ചയദാർഢ്യം വേണം, ക്ഷമ വേണം. ഓ, ഞാൻ ഇത്രയും ദിവസം ചാറ്റ് ചെയ്തിട്ട് എനിക്ക് പിന്നെ കംപ്ലീറ്റ് അങ്ങ് എല്ലാം എനിക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കരുത്. അതിനൊക്കെ സമയമെടുക്കും നമുക്ക്. അതാണ് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുക. ക്ഷമയോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തീർച്ചയായിട്ടും റിയലൈസേഷൻ ഉണ്ടാകും. എനിക്ക് നാമജപത്തിന്റെ എല്ലാ ദിവസവും ഞാൻ നാമം ജപിച്ച് ഞാൻ പൗത്രീകരിച്ച് വരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടാകും. എനിക്ക് ഭഗവാനെ നേർക്കുനേർ എനിക്ക് ആ ഒരു ഫീലിംഗ്, ഭഗവാന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എപ്പോഴും. പക്ഷെ ഉത്സാഹം വേണം, ദൃഢനിശ്ചയം വേണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ശാശ്വതമായ പരിഹാരം. അപ്പൊ ഭഗവത്ഗീതയുടെ പൊരുളാണ് ഇതെല്ലാം. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതൊരു അതീന്ദ്രിയ സാഹിത്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഗീതാശാസ്ത്രമിതം, അതായത് ശങ്കരാചാര്യര് എഴുതിയിട്ടുള്ള ശങ്കരാചാര്യരാണോ അതോ വല്ലഭാചാര്യനാണ്? അദ്ദേഹം ഗീതയുടെ മഹാത്മ്യം എഴുതിയത് എന്താണ് പറയുന്നത്? ഗീതാശാസ്ത്രമി എന്തോ ശങ്കരാചാര്യ സ്വാമികളാണ് എഴുതിയിരിക്കുന്നത് ഗീതാ മഹാത്മ്യം. ശങ്കരാചാര്യരാണ്. അപ്പം ഗീതാശാസ്ത്രമിതം പുണ്യം യഃപഠേ പ്രയതാ പുമാൻ വിഷ്ണു പദം നവാപ്നോതി ഭയശോകാദിവർജിതഃ. അതായത് ഗീതാ മഹാത്മ്യത്തിനകത്ത് 7 ശ്ലോകങ്ങളാണ് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഗീതാശാസ്ത്രം എന്ന് പറയുന്നത് അത് വളരെ പുണ്യമാണ്. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും വിമുക്തരാകും. ഭയശോകാദിവർജിതഃ. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതായത്
യസ്സൈവൈ ശ്രൂയമാനാനാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തി ഉൽപ്പത്യതേ പുംസാം ശോക മോഹ ഭയാഭ. ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിലാപമാണ്. എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും, വിലപിച്ചുകൊണ്ടിരിക്കും, പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ദൈവഗണങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും എന്താ ഇന്ദ്രിയ അതിശയ അതായത് എപ്പോഴും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവര് സന്തോഷിച്ച് അവരുടെ ഇന്ദ്രിയ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കും. സ്വർഗലോകത്തിൽ അങ്ങനെയാണ്. ഇന്ദ്രിയ അതിശയ ഉത്സവ എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് എപ്പോഴും ഉത്സവമാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട്. കാരണം മെറ്റീരിയൽ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സ്വർഗത്തിൽ ആണ്. അപ്പൊ സ്വർഗത്തിൽ പോകാൻ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ. അവിടെയൊക്കെ പോയിച്ച് വീണ്ടും തിരിച്ചു വരും. ഈ ഭൗതിക സുഖം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൗതിക ഇന്ദ്രിയ സുഖം അല്ലെങ്കിൽ വിഷയസുഖം ക്രിമിജന്മത്തിലും എളുതായി വരും ഈ വിഷയസുഖം എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഭൗതിക ലോകത്ത്. അതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയാണ് ദേവന്മാരും അനുഭവിക്കുന്നത് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട്. അതിൽ കൂടുതൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന സുഖമാണെന്ന് മാത്രം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പക്ഷേ അവർക്ക് ഈ ഇന്ദ്രിയ സുഖം മനുഷ്യലോകത്ത് മനുഷ്യൻ എന്താണ് എപ്പോഴും വിലാപം, ഭയം, ശോകം. പിന്നെ അതുപോലെ പക്ഷെ മൃഗങ്ങൾ എന്താണ്? മൃഗങ്ങൾക്ക് എപ്പോഴും ഭയമാണ്. നമുക്കും ഉണ്ട് ഭയം, പക്ഷെ മൃഗങ്ങൾക്ക് എപ്പോഴും ഭയമാണ്. മറ്റു ജന്തുക്കൾ അതിനെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള ഒരു ഭയം, ആശങ്ക. അതേപോലെ മനുഷ്യനും ഭയശോകാദി വർജിത, അതായത് ഭയവും ശോകവും ഒക്കെ ഉണ്ട് മനുഷ്യനും. വിലാപം, എപ്പോഴും ദുഃഖങ്ങളും ക്ലേശങ്ങളുമാണ്. അപ്പൊ ഇതിനെയൊക്കെ വർജിക്കാൻ, ഇതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മള് ഗീതാശാസ്ത്രത്തെ, അത് ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണം, അല്ലെങ്കിൽ വേണ്ടവണ്ണം പിന്തുടരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭയശോകാദികളിൽ നിന്നും നമുക്ക് മോചനം നേടുകയുള്ളൂ. അതാണ് ഗീതാശാസ്ത്രമിതം പുണ്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 7 ശ്ലോകങ്ങൾ. ഗീതയുടെ അകക്കാമ്പെന്ന് പറയുന്ന ഏതാണ്? ഗീതാശാസ്ത്രമിതം പുണ്യം എപ്പടേ പ്രയതാപുമാൻ വിഷ്ണു പദം അവാപ്നോതി ഭയശോകാദി വർജിത. പിന്നെ അടുത്ത ശ്ലോകം എന്താണ്? ഗീതാധ്യായന ശീലസ്യ പ്രാണായാമ പരസ്യ നൈവ സന്ദീഹി പാപാനി പൂർവജന്മാകൃതാനി ച. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആത്മാർത്ഥമായിട്ട് ഗൗരവമായിട്ട് ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ അയാൾ മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളുടെ ഫലവും ഒഴിഞ്ഞു പോകും. നമ്മൾ പറയുമല്ലോ, നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമുക്ക് എല്ലാം എന്താണ് ഭസ്മീകരിച്ചു പോകുമെന്നാണ്. അപ്പൊ അതേപോലെ ഗീതാശാസ്ത്രം, ഗീത അധ്യയനം ശീലമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രീത്തിങ് എക്സർസൈസ് ആണ്. അപ്പൊ ആ ബ്രീത്തിങ് എക്സർസൈസിലൂടെ നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ എന്താ പറയാ ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കാം. ഈ എന്താ പറയാ യോഗികളൊക്കെ അതാണ് ചെയ്യുന്നത്. ഹിമാലയത്തിലൊക്കെ പോയിരുന്ന അവര് വർഷങ്ങളോളം അങ്ങനെ തപസ്സനുഷ്ഠിച്ച് പ്രാണായാമം പരിശീലിച്ച് അവരുടെ ജീവിത ദൈർഘ്യം അവര് വർദ്ധിപ്പിക്കും. അതേപോലെ ഈ ഗീത അധ്യയനം ചെയ്യുന്നതും അതുപോലെ പ്രാണായാമം പരിശീലിക്കുന്നതും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങളുടെ ഫലം അത് ഭസ്മീകരിച്ചു പോകും. അതാണ് ഗീതാ മഹാത്മ്യത്തിന്റെ 2ാമത്തെ അർത്ഥം. അതായത് ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്തും ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എന്ന് വെച്ചാൽ എന്താണ്? കാരണം നമ്മൾ പാപങ്ങൾ ചെയ്തത് കൊണ്ടാണ്. പാപം, ബീജം, കൂടം ഇതെല്ലാം നമ്മളിലുണ്ട്. നമ്മൾ മുജ്ജന്മത്തിൽ ഓരോ ജന്മത്തിൽ എടുത്ത് ചെയ്തു വെച്ച പാപങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ പിന്നീട് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടി നമ്മൾ വീണ്ടും ആ പാപങ്ങളുടെ ഫലമൊക്കെ അനുഭവിക്കും. ചിലപ്പോൾ അത് ബീജമായിട്ട് കിടക്കും, ചിലപ്പോൾ അത് കൂടമായിട്ട് കിടക്കും, പാപമായിട്ട് വരും, അങ്കുരാവസ്ഥയിലിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇതാണ് കാരണം. നമ്മൾ പണ്ടൊക്കെ ചെയ്ത പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മഫലമാണ് ഇതെല്ലാം നാം അനുഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ കുറെ കുറയും. അപ്പൊ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കും. അങ്ങനെയാണ് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താ? നീ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചേക്കും. നീ ആ ധർമ്മം, ഈ ധർമ്മം, മറ്റേ ധർമ്മം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്ക് പരിപൂർണമായും നീ ആത്മസമർപ്പണം ചെയ്യുക. നിന്നെ എല്ലാവിധ പാപഫലങ്ങളിൽ നിന്നും
ഞാൻ നിന്നെ രക്ഷിക്കാം, നീ ഭയപ്പെടേണ്ട. നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരുമോ നീ ഭയപ്പെടേണ്ട? കാരണം ഈ ലോകത്തുള്ളവരെല്ലാവരും ഭയക്കുന്നവരാണ്, എല്ലാവരും ഭയമുള്ളവരാണ്. നീ ഭയക്കണ്ടെന്ന് പറയാനോ ആർക്കും പറ്റില്ല. കാരണം എല്ലാവരും ഭയത്തിന്റെ ചുഴിയിലാണ്. അതൊരു ചുഴിയാണ് ഭയം എന്ന് പറയുന്നത്. എങ്ങോട്ടിറങ്ങിയാലും ഭയമാണ്, എപ്പോഴും ഉത്കണ്ഠയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലോകം, അതായത് കുണ്ഠിതങ്ങളുടെ ഇരിപ്പിടമാണ്. വൈകുണ്ഠ ലോകം എന്ന് വെച്ചാലോ കുണ്ഠിതങ്ങൾ ഇല്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠ ലോകം. അപ്പൊ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ കുണ്ഠിതമില്ലാത്ത സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം തന്നിലേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നവരുടെ എല്ലാ ഉത്തരവാദിത്വവും ഭഗവാൻ ഏറ്റെടുത്തു. നമുക്ക് ആശ്രയം, നമ്മൾ നിസ്സഹായരാണ്, നമ്മൾ ഒരാളിനെ മാത്രം ആശ്രയിക്കുകയാണ്. അനന്യ ചിന്തയെന്തോ മാം ഏജനാ പര്യുപാസതേ, ഇല്ലേ? അപ്പൊ എന്നിൽ മാത്രം, എന്നെ മാത്രം, മറ്റു ചിന്തകളൊന്നുമില്ലാതെ, അതാണ് യഥാർത്ഥത്തിൽ വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വ്യവസായാത്മിക ബുദ്ധി ഏകേക കുരുനന്ദന ബഹുശാഖാഹ്യ അനന്തശ ബുദ്ധയോ അവ്യവസായിന. അതായത് വ്യവസായാത്മിക ബുദ്ധി എന്ന് വെച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധിയെയാണ് ഭഗവാൻ പ്രകീർത്തിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്, നീ നിന്റെ മനസ്സും നിന്റെ ബുദ്ധിയെയും എന്നിൽ അർപ്പിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ വ്യവസായാത്മിക ബുദ്ധി ഇല്ലാത്തവര് എന്താ ചെയ്യുക? ബഹുശാഖ, അതായത് എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സില്ലെങ്കിൽ, അതായത് ഒരു തടിക്ക് ഒരുപാട് ശാഖകളോടുകൂടിയ വൃക്ഷങ്ങൾ എന്ന് വെച്ചാൽ അത് നേർത്തിരിക്കും അതിന്റെ തടി. അതുകൊണ്ടാണ് ആൾക്കാർ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ആ ഒരു തത്വമാണ് അവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ എപ്പോഴും അതായ അനന്യ ചിന്തയെന്തോമാം വ്യവസായാത്മിക ബുദ്ധി, ഇതെല്ലാം ഭഗവാൻ പറയുന്നത് അതാണ്. അപ്പം നീ നീ വേറെ ഒന്നിനെ കുറിച്ച് ഓർക്കണ്ട, നിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളും. പക്ഷെ എന്ത് വേണം? എനിക്ക് മാത്രം സമർപ്പിക്കണം, എന്നിലേക്ക് മാത്രം നീ നിന്റെ മനസ്സ് ബുദ്ധിയും അർപ്പിക്കണം. അപ്പൊ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. യാതൊരു തരത്തിലും നീ പാപങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരാമലനാശനം. അപ്പം നമ്മള് എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് കുളിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടി, അല്ലെ? അപ്പം ദേഹശുദ്ധിക്ക് വേണ്ടി നമ്മള് എല്ലാ ദിവസവും ജലത്തിൽ സ്നാനം ചെയ്യും. പക്ഷേ നമുക്ക് മനസ്സിനെയും ശുദ്ധീകരിക്കണ്ടേ? നമ്മുടെ മനസ്സ് അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്, ഹൃദയത്തിൽ നിറയെ. അതാണ് ഭഗവാൻ പറയുന്നത്, നിറച്ച് മലിനമായിരിക്കുകയാണ്, കണ്ടാമിനേറ്റഡ് മൈൻഡ്. അപ്പൊ അതാണ്. അപ്പൊ ആ മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? എല്ലാ ദിവസവും ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്നവന്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. അപ്പൊ നമ്മള് ഭഗവത്ഗീത വായിക്കുക, ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. അത് ആ ഭഗവാൻ പറയുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ അർജുനന് കൊടുത്ത ആ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. ആ ഒരു ശ്ലോകത്തിൽ കൂടെ എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത്? നമ്മൾ സ്വയം പഠിക്കാനൊന്ന് ശ്രമിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആധികാരികമായ സോഴ്സിൽ നിന്ന് കേൾക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ സ്നാനം ചെയ്യണം, മുങ്ങിക്കുളിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാവിധ മാലിന്യങ്ങളും നശിച്ചു പോകും. അടുത്തത് ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരൈഹി യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിതാ. എന്താണ്? ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാണ്. മറ്റൊരു വേദസാഹിത്യങ്ങളും പിന്നീട് എടുത്തു പഠിക്കേണ്ട ആ ഒരു ആവശ്യവും ഇല്ല. കാരണം ഭഗവത്ഗീതയാണ് എല്ലാത്തിന്റെയും അന്തസത്ത. അപ്പൊ അത് ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി കേൾക്കണം, വായിക്കണം. ഇത്രയും ചെയ്താൽ മതി. എല്ലാത്തിനും കൃത്യനിഷ്ഠ വേണം. നമ്മളോട് എന്തിനാണ് പണ്ടൊക്കെ ആചാര്യന്മാർ 64 റൗണ്ട് നാമം ജപിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അവരൊക്കെ 64 മാല ജപിക്കുമായിരുന്നു. പിന്നെ അവര് പറഞ്ഞ 32 ആകട്ടെ. കലിയുഗത്തിൽ ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ എല്ലാവർക്കും 32 റൗണ്ട് ആകട്ടെ 64 റൗണ്ട് ആകട്ടെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിനിമം 16 മാലയെങ്കിലും ജപിക്കണമെന്നൊരു നിഷ്കർഷയുണ്ട്. അപ്പൊ മിനിമം ആണത്. നമുക്ക് അതിൽ കൂടുതൽ ജപിക്കാം. പക്ഷെ സമയക്കുറവുള്ളവര് 16 മാല നിഷ്കർഷയോടുകൂടി ജപിച്ചിരിക്കണം. അതുപോലെ പറയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയോടുകൂടി വായിക്കണം, കേൾക്കണം. അപ്പൊ അങ്ങനെ ചെയ്താൽ അത് ശ്രദ്ധയോടുകൂടി വേണം. ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിശ്വാസം.
വിശ്വാസത്തോടു കൂടി വേണം. പണ്ട് ഞാൻ ഒരു ശ്രീരംഗത്തുള്ള ഒരു ഭക്തന്റെ കഥ പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു വന്നപ്പോ അദ്ദേഹം ഭഗവത്ഗീത വായിക്കാൻ അറിയാമെങ്കിലും എടുത്തു വെച്ച് വായിക്കുക. നാട്ടുകാരെല്ലാം വന്ന് കളിയാക്കുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വന്നിരുന്ന് വായിക്കും. അതാണ് കൃത്യനിഷ്ഠ. അദ്ദേഹത്തിന്റെ ഗുരു വല്ലരും ചോദിക്കും, നിനക്ക് വായിക്കാൻ അറിയാമേ, നിനക്ക് അക്ഷരം അറിയാമേ, വിദ്യാഭ്യാസം ഇല്ല, പിന്നെ നീ എങ്ങനെ ഭഗവത്ഗീത വായിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു കേട്ടുകൊണ്ട് അദ്ദേഹം വന്നിട്ട് നോക്കുമ്പോ ഇദ്ദേഹം ഇരുന്ന് കരയുന്നു, വായിക്കുന്നു, കരയുക, വായിക്കുക. അപ്പം ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, സഹോദര, നിങ്ങൾക്ക് വായിക്കാൻ ഇത്ര ബുദ്ധിമുട്ടായിട്ടും നിങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും ഭഗവത്ഗീത വായിക്കണം. നമ്മൾ എത്ര പേരാ ഫോളോ ചെയ്യുന്നത്? എല്ലാ ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന എത്ര പേരുണ്ട്? അപ്പം ഭഗവത്ഗീത എല്ലാ ദിവസവും വായിക്കണം കൃത്യനിഷ്ഠയോടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ, ഓക്കെ, നിങ്ങൾ ഗുരുനാഥൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ വായിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്ന എന്താണ്? അത് ഞാൻ നോക്കുമ്പം എന്റെ ഈ ഭഗവത്ഗീതയുടെ ഓരോ താളിലും ഭഗവാൻ അർജുനന്റെ തേരാളിയായി ഇരുന്നിട്ട് ആ തേര് തെളിക്കുകയാണ്. അർജുനൻ ആരാണ്? അർജുനൻ ഒരു സാധാരണ ലൗകിക മനുഷ്യനാണ്. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹം തന്റെ എല്ലാ മഹിമകളെയും മാറ്റിവെച്ച് തന്റെ ഭക്തന് വേണ്ടി അദ്ദേഹം ഇതാ വന്നിരുന്ന് യുദ്ധക്കളത്തിൽ ഇരുന്ന് തേര് തെളിക്കുന്ന ആരാ? വെറും ഒരു കുതിരക്കാരനായിട്ട്, ഒരു സാരഥിയായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. ഇത് ഓരോ പേജിലും ഞാൻ ഇത് കാണുമ്പോഴേ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്റെ കണ്ണിൽ ഞാൻ അറിയാതെ കണ്ണുനീർ വരുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പോയിട്ട് അദ്ദേഹത്തെ വാരി പുണരുക ചെയ്തത്. നീയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം അറിഞ്ഞവൻ. നമ്മൾ ഭഗവത്ഗീതയുടെ താളിലൂടെ ഭാഗവത്തിന്റെ ഓരോ താളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ അക്ഷരങ്ങളാണ്, ഇല്ലേ? അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മൾ അത് ശ്രദ്ധയോടെ കൃത്യനിഷ്ഠയോടെ കേൾക്കണം, പഠിക്കണം. നമുക്കൊക്കെ ആ ഒരു ഭക്തിയുടെ വികാരം ഉണ്ടാകും കാലക്രമേണ. അപ്പൊ എല്ലാ ആൾക്കാരും ലൗകിക വ്യാപാരത്തിലാണ് മുഴുകിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ എല്ലാ വേദസാഹിത്യം മുഴുവനൊന്നും വായിക്കാനും അത് മനസ്സിലാക്കാനും ഒന്നും കഴിയില്ല. അതിന്റെ ആവശ്യവും ഇല്ല. കാരണം ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത, അതാണ് ഇതിന് അവസാനം പറയുന്നുണ്ട്, ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീത. അത് നമുക്ക് എലിമെന്ററി എഡ്യൂക്കേഷൻ ആണ് ഈ ഭഗവത്ഗീത, നമ്മൾ ഡിഗ്രി പഠിക്കുന്ന പോലെ. അപ്പം ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അതെല്ലാ മാത്രവുമല്ല പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ അധരപുടങ്ങളിൽ നിന്നും നിർഗളിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത. അടുത്ത ശ്ലോകം എന്താണ്? ഭാരതാമൃത സർവസ്വം വിഷ്ണുർവക്ത്രാദ്വിനിശ്രിതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഇപ്പൊ നമ്മൾ ഗംഗാജലം, ഇപ്പം മരിക്കാൻ കിടക്കുന്നവർക്കൊക്കെ ഗംഗാജലം കൊടുക്കാറുണ്ട്. നമ്മൾ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാറുണ്ട്, ഗംഗാജലം കുടിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവർക്ക് മോക്ഷം കിട്ടുമെന്നാണ്. പാപങ്ങളെല്ലാം മാറി മോക്ഷം കിട്ടും. ഇപ്പൊ ഭഗവത്ഗീത അമൃതം, ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു അമൃതം തന്നെയാണ്. കാരണം എല്ലാ വേദ സാഹിത്യങ്ങളുടെയും സർവസ്വമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ അതൊരു അമൃതാണ്. അത് പാനം ചെയ്യുന്നവനെ കുറിച്ച് എന്ത് പറയാനാണ്? എല്ലാവിധ പാപങ്ങളും മാറി അവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഉപവിഷ്ടനാകും. ഇപ്പൊ മഹാഭാരത ഇതിഹാസത്തിന്റെ സാരാമൃതമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഗീതാ മഹാത്മ്യ 5 ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും നിർഗതമാണ്. ഗംഗയോ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും നിർഗളിച്ചതാണ്. അപ്പൊ ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭഗവാന്റെ എല്ലാ ശരീര അവയവങ്ങളും ഒരേപോലെ തന്നെയാണ്. എല്ലാം ആത്മീയമാണ്. മുഖമായാലും പാദങ്ങളായാലും. ഇപ്പൊ നമ്മൾ ഭഗവാന്റെ പാദങ്ങളെയാണ് ശരണം പ്രാപിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നു. രണ്ടും വ്യത്യാസമില്ലെങ്കിൽ പോലും ഗംഗാജലത്തേക്കാൾ പ്രാധാന്യം കാരണം അതിനകത്തെല്ലാം നിർദ്ദേശങ്ങളാണ്. നീ ഇപ്പം ഗംഗാജലത്തിൽ പോയി നമ്മൾ സ്നാനം ചെയ്താൽ നമ്മുടെ പാപങ്ങളൊക്കെ തീരും. പക്ഷെ എന്നാലും നമ്മൾ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആ അമൃതമായിട്ടുള്ള ഗീതാമൃതത്തിൽ നിന്നാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം എന്താണ്?
സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വർഷാ സുധീർഭോക്ത ദുഃഖം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത് ഭഗവത്ഗീത. ഇപ്പൊ ഭഗവത്ഗീത ഏറ്റവും ഉന്നതമായ പിന്നെ ഉപനിഷത്തുകൾ 108 ഉപനിഷത്തുകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അതിലെ ഉപനിഷത്താണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ ഈ ഉപനിഷത്തുകളുടെ എല്ലാം സാരാംശമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപനിഷത്തുകളെല്ലാം പശുവിനെ പോലെയാണ്. ഭഗവാൻ ആരാണ്? ഗോപാലനന്ദനാണ്, അല്ലെ? ഗോപാലനന്ദന. അപ്പം ഈ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഗോപകുമാരൻ പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ പശുവിനെ കറക്കുകയാണ്. പശുവിനെ കറന്ന് പാലെടുക്കുകയാണ്. അപ്പൊ അർജുനൻ ആരാണ്? അർജുനൻ ഒരു പശുക്കിടാവാണ്. അർജുനൻ എന്ന പശുക്കിടാവിനെ വിട്ട് ഗീത എന്ന അതിനെ ചുരത്തി പാല്, അമൃതം എടുക്കുകയാണ് ഭഗവാൻ. പണ്ഡിതന്മാരും പരമഭക്തന്മാരും ഒക്കെ അമൃതതുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുകയാണ്. അപ്പം നമ്മള് ഈ ഭഗവത്ഗീതയുടെ ആ മഹിമ അതൊരു അമൃതം തന്നെയാണ്. അമൃതം എന്ന് വെച്ചാൽ എന്താണ്? അമൃതം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണമില്ല, അമരത്വം കിട്ടും. നമ്മള് ഭഗവത്ഗീത പഠിച്ച് മനസ്സിലാക്കി അതിന്റെ തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മമരണങ്ങളില്ല. ഈ ജന്മം കൊണ്ട് നമ്മുടെ എല്ലാവിധ പാപങ്ങളും തീർന്ന് ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അതാണ് ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേതി തത്വതഃ ദേഹം പുനർജന്മ നൈതിമാമേതിസു. അർജുന, എന്റെ ദിവ്യമായിട്ടുള്ള ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും മനസ്സിലാക്കിയ ഒരാള് ശരീരം ത്യജിക്കുന്ന സമയത്ത് അവൻ നേരെ എൻ്റെ അടുത്ത് വരും. പിന്നെ ഒരിക്കലും ദുഃഖപൂർണവും ഈ അശാശ്വതവുമായിട്ടുള്ള ഈ ലോകത്തിലേക്ക് പിന്നെ അവന് പുനർജന്മന വിദ്യതേ എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും അവന് പുനർജന്മമില്ലെന്നാണ്. അപ്പൊ അതാണ് ഗീതയുടെ മാഹാത്മ്യം. പിന്നെ അടുത്തത് അവസാനത്തെ എന്താണ്? ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥം, ഒരേ ഒരു ഈശ്വരൻ, ഒരേ ഒരു മതം, ഒരേ ഒരു പ്രവൃത്തി, ഇത് മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. നമുക്ക് ഒരുപാട് ദേവാരാധനകൾ, ഒരുപാട് പലതരത്തിലുള്ള വൈദിക ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങള്, തപശ്ചര്യകള്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒരേ ശാസ്ത്രം, ഒരേ ധർമ്മഗ്രന്ഥം, ഒരേ ഈശ്വരൻ, ഒരേ ഒരു മതം, ഒരേ ഒരു പ്രവൃത്തി. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം എഴുതി വെച്ചത്? ശങ്കരാചാര്യര് എല്ലാവരും ഇതൊക്കെ പാലിക്കണം. നമ്മള് ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം? നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഈ ഗീതയെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതിൽ കൂടി നമുക്ക് ഈശ്വരപ്രാപ്തി കൈവരിക്കാനും ഭഗവാനോട് ഈശ്വര സേവനം ചെയ്ത് ആത്മീയ സാക്ഷാത്കാരം നേടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, അതായത് ഒരേ ഒരു പ്രവൃത്തി മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. അപ്പൊ ഏകം ശാസ്ത്രം എന്താണ്? ഭഗവാന്റെ ഗീതം, അതാണ് ഗീത, ഭഗവത്ഗീത, ധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. ഏകോ ദേവകീ പുത്രയേവ, പിന്നോ അതായത് സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ, ഒരേ ഒരു ഈശ്വരൻ, അതാണ് ഏകോ ദേവകീ പുത്രയേവ, ദേവകിയുടെ പുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഒരേ ഒരു ദേവൻ, ഒരേ ഒരു ഈശ്വരൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ, ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെയോ ഏകമന്ത്ര തസ്യ നാമാനിയാനി, ഒരേ മന്ത്രം, ഒരേ ഒരു പ്രാർത്ഥന. എന്താണ്? ഭഗവാന്റെ സങ്കീർത്തനം. അതായത് എന്താണ് നമ്മൾ പറയുന്ന സങ്കീർത്തനം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതാണ് കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരൊറ്റ പ്രവൃത്തി. അതെന്താണ്? ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നാം അർപ്പിക്കപ്പെടുന്ന സേവനം. അപ്പൊ അതായിരിക്കണം നമ്മുടെ പ്രവൃത്തി, അതായിരിക്കണം നമ്മുടെ ഇത്രയും പറഞ്ഞു വന്ന എന്തൊക്കെയാണ്? ഒരു ധർമ്മഗ്രന്ഥം, ഒരു മതം, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടുള്ള ദേവകീ പുത്രനായിട്ടുള്ള ഒരേ ദേവൻ, ഒരേ ഒരു ഈശ്വരൻ, പിന്നെ അതുപോലെ ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു പ്രവൃത്തി.
അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോ എന്താണ് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ശ്ലോകമാണിത്. ഗീതാ മാഹാത്മ്യം എന്ന് പറഞ്ഞ ഗീതയുടെ മാഹാത്മ്യത്തെ വാഴ്ത്തുന്നതാണ്. പക്ഷെ ഈ ഒരു ശ്ലോകത്തിലാ ശങ്കരാചാര്യര് ഭഗവാന്റെ നാമം ജപിക്കാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദ നെ ഭജിക്കാൻ, മൂഢന്മാരെ നിങ്ങള് ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് പറയുന്നത്. ഗോവിന്ദനെ ഭജിക്കുക. എന്താണ് അങ്ങനെ പറയുന്നത്? അതായത് ഈ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. അതായത് ഭഗവാനെ മാത്രം ഭജിക്കുക. ഭഗവാന്റെ ഗോവിന്ദനായിട്ടുള്ള, ഗോവിന്ദൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? എല്ലാ ഗോക്കൾക്കും അതുപോലെ ഇന്ദ്രിയങ്ങൾക്കും നാഥനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ ഭജിക്കുക നമ്മുടെ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഗീതാ മാഹാത്മ്യത്തിൽ കൂടി നമുക്ക് ആചാര്യന്മാര് തന്നിരിക്കുന്ന ഗീതയുടെ സാരാംശം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ഹൃദയത്തിൽ അത് സ്വീകരിക്കണം. ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷം ഹൃദയത്തിൽ നിന്ന് നമുക്ക് പ്രേരണ ഉണ്ടാകണം. ആ പ്രേരണയായിരിക്കണം നമ്മളെ കൂടുതൽ ഭഗവത് സേവനം ചെയ്യാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഒക്കെ നമ്മളെ ഉപകാരപ്പെടുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടും, അല്ലിപ്പോ നമ്മൾ സത്സംഗത്തിൽ വരുമ്പോഴേ അതിനകത്ത് ഒരുപാട് സേവനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സത്സംഗത്തിൽ വരുമ്പോൾ അവിടെ കുറെ ഡിവോട്ടീസ് ഭഗവാൻ, ഇപ്പൊ നമ്മൾ മായപ്പൂര് ചെന്നാലോ അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും, ഏതൊരു ക്ഷേത്രം മീൻസ് നമ്മളിപ്പോ ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ ചെന്നാല്, മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി തൊഴുതു മാറത്തതേ ഉള്ളൂ. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പൂ കെട്ടാന, മാല കെട്ടാനുണ്ടാവും, അതുപോലെ തന്നെ അവിടെ അടിച്ചുവാരനുണ്ടാകും. എന്ന് വെച്ചാൽ അവിടെ കണ്ടിന്യൂസ് സർവീസാണ്. ഇപ്പൊ ആർക്ക് ചെന്നാലും, ആർക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെന്നാലും, പിന്നെ അതിലുപരി ഭഗവത് ദർശനം, പിന്നെ ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം, സേവനം, അവിടുന്ന് പ്രസാദം, അപ്പൊ ഇതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ, അതാണ് ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലുള്ള പ്രത്യേകത. അപ്പൊ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാം ഒരു ആചാര്യന്റെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശ്രീല പ്രഭുപാദിന്റെ, അദ്ദേഹത്തിന്റെ ഒരേ ഒരു വ്യക്തി അദ്ദേഹം വിഭാവനം ചെയ്ത്, അതായത് ഭഗവാനായിട്ട് അദ്ദേഹത്തിന് കാട്ടിക്കൊടുത്ത് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഭഗവാന്റെ സേവനത്തിലെ മുഴുകി ആത്മസാക്ഷാത്കാരം നേടുന്നതിന് നമുക്ക് ആചാര്യന്മാരുടെ അനുഗ്രഹവും അതുപോലെ ശാസ്ത്രങ്ങളുടെ പിന്നെ ശുപാർശയും ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് നമ്മൾ ശുദ്ധീകൃതരായിട്ട് ഭഗവത് സന്നിധിയിലേക്ക് പോവുക എന്ന് പറയുന്നത്. ഭഗവത് സന്നിധിയിലേക്ക് പോവുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബഹുനാം ജന്മനാമന്തേ ഭാഗ്യവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. എന്നുവെച്ചാൽ എന്താണ്? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ഭാഗ്യവാനായ ഒരു വ്യക്തി ഭഗവാൻ വാസുദേവനാണ് എല്ലാത്തിനും ആധാരം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളവർ വളരെ ദുർലഭമാണ്. ആ മഹാത്മാക്കൾ, അത്തരം മഹാത്മാക്കളെ കണ്ടുകിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരുപാട് പേര് ശ്രമിക്കും. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിക്കും. പക്ഷെ എല്ലാവരും അതിനകത്ത് പരിപൂർണത നേടണമെന്നില്ല. പക്ഷെ നമ്മൾ പരിപൂർണത നേടണം എന്നുള്ള ആ ഉറച്ച ഉത്സാഹത്തോടും നിശ്ചയദാർഢ്യത്തോടും വിശ്വാസത്തോടും കൂടി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സേവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ തിരുനാമം ജപിക്കുകയും അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ സേവിക്കുകയും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാ നമുക്ക് നമ്മുടെ ഉള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ ഉൾപ്രേരണ ഉണ്ടാകും. ഭഗവത് സേവനം ചെയ്യാനും ഭഗവാനെ സ്നേഹിക്കാനും ആ ഭക്തിയുടെ പ്രേമഭാവത്തിലേക്ക് വരാനും ഒക്കെയുള്ള ആ ഒരു പടിപടിയായിട്ടുള്ള ആ ഒരു എന്താ പറയാ, പടിപടിയായിട്ടുള്ള ആ പിന്നെ ഇത് നമുക്ക് കയറി മുന്നോട്ട് പോകാൻ പറ്റും. മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ദീർഘദൂരം സഞ്ചരിക്കണം അതിനു വേണ്ടി. പക്ഷെ അതിനു വേണ്ടിയാണ് നമ്മൾ ദൃഢനിശ്ചയം ഉണ്ടാവണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ ദൃഢനിശ്ചയം ഉണ്ടാവണം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ പരമ്പര അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്കകത്ത്. അതായത് കൃഷ്ണനിൽ നിന്ന് തുടങ്ങുന്ന പരമ്പരയാണ്. കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മാധ്വാചാര്യർ, പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ, മാധവൻ, അശോഭ്യ തീർത്ഥർ, ജയതീർത്ഥർ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, ജയധർമ്മൻ, പുരുഷോത്തമ തീർത്ഥർ, ബ്രഹ്മണ്യ തീർത്ഥർ, വ്യാസതീർത്ഥർ, ലക്ഷ്മിപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി, നിത്യാനന്ദൻ, അദ്വൈതർ, ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥൻ, ജീവഗോസ്വാമികൾ, കൃഷ്ണദാസ്
ഗോസ്വാമി, നരോത്തമദാസ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, ബലദേവ ജഗന്നാഥർ, ഭക്തി വിനോദർ, ഗൗരകിഷോർ, ഭക്തി സിദ്ധാന്ത സരസ്വതി, AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ്. ഇതൊക്കെ പരമ്പരയിൽപ്പെട്ട യഥാർത്ഥ പരമ്പരയിലെ ആചാര്യന്മാരുടെ പേരുകളാണ്. എവിടുന്നാ തുടങ്ങുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളൊക്കെ നമ്മുടെ അച്ഛന്റെ 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 അച്ഛൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ നമ്മുടെ മെറ്റീരിയൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പൊ അത് നമ്മൾ എന്ന്, പക്ഷെ ഇപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ട്, തുടങ്ങിയത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്, അല്ലേ? ഭഗവാനിൽ നിന്ന് തുടങ്ങി ആ പരമ്പരയാണ്. ആ പരമ്പരയിൽ ഒരു കണ്ണിയാകാൻ ആഗ്രഹിക്കുക. ആ ഒരു കണ്ണിയാകാൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി. അതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ശ്രീമദ് ഭഗവത്ഗീത ഗ്രന്ഥരാജ് കി ജയ്, നിത്യായി ഗൗരപ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി അഡീഷൻ ആയിട്ട് ഇതിനകത്ത് പറയാനുണ്ടെങ്കിൽ പറയാം പ്രഭുവിന്, അല്ലെങ്കിൽ മാതാജിമാർക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഹരേ കൃഷ്ണ സംശയങ്ങളുണ്ടെങ്കിൽ മാതാജി. ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് സമയമുണ്ട്. എന്തെങ്കിലും സംശയമോ റിയലൈസേഷനോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്ക് സംശയങ്ങളൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മാതാജി പാർട്ട് 3 കൊണ്ട് കഴിഞ്ഞല്ലോ അല്ലേ? അതോ ഇനി തീർന്നു? കഴിഞ്ഞല്ലേ? ഇനി അടുത്ത ആഴ്ച മുതൽ പ്രഭു എടുത്തോളൂ. അടുത്ത ആഴ്ച മുതൽ. ഹരേ കൃഷ്ണ മാതാജി. ഞാന് എടുക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ല. പ്രഭുവിന് യോഗ്യതയുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. 3 ഓവർവ്യൂ 3 എടുത്തത് എങ്ങനെയാ? പ്രഭുവിന്റെ യോഗ്യത കൊണ്ടാണ്. കാരണം പ്രഭു ഇത് തുടങ്ങി വെക്കുക, ഇതിനു വേണ്ടി പ്രയത്നിക്കുക. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപായാത് എന്ന് പറയുന്നല്ലേ പ്രഭു. നമ്മൾ എടുക്കുന്ന ചെറിയ എഫർട്ട് പോലും പക്ഷെ ഇത് വലിയ എഫർട്ട് തന്നെയാണ് പ്രഭു എടുത്തത്. ഇപ്പൊ പ്രഭു നമ്മൾ ഏറ്റുമാനൂർ വന്നപ്പോ ഞാൻ കണ്ടു പ്രഭു എത്രമാത്രം എഫർട്ട് എടുത്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ ഇത്രയും ആൾക്കാരെ പ്രഭു അവർക്ക് വേണ്ടി പ്രഭുവിന്റെ സമയവും വിലയേറിയ സമയമൊക്കെ ചെലവഴിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളതാണ് ലോകാനാം ഹിത കാരിണോ ത്രിഭുവനെ, അതായത് 3 ലോകങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഭക്തന്മാര് പ്രവർത്തിക്കുന്നത്. അതേപോലെ പ്രഭു നമ്മളെ കൊണ്ടൊക്കുന്ന സേവനം പ്രഭു അത് വളരെ നല്ല രീതിയിൽ ചെയ്തത് കൊണ്ട് ഇത്രയും ഭക്തന്മാർക്കൊക്കെ ഭഗവത്ഗീത കേൾക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഒക്കെ അവർക്ക് പറ്റട്ടെ. അതിന് പ്രഭു അതെന്തായാലും കണ്ടിന്യൂ ചെയ്യുക അടുത്ത ആഴ്ച മുതൽ. ഹരേ കൃഷ്ണ. എപ്പോഴെങ്കിലും പ്രഭുവിന് അസൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ജയഗോപാൽ പ്രഭു അതിന്റെ ഒരു ഷെഡ്യൂൾ അയച്ചു തന്നിട്ടുണ്ട്. കാര്യം ഇത്ര ശ്ലോകം ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഇതുവരെ നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാനത് നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാതാജിയെ ഞാൻ അറിയിക്കാം. അപ്പം അങ്ങനെ ആവട്ടെ. ഇനി ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഭഗവത്ഗീത 1-ാമത്തെ ശ്ലോകം തൊട്ട് മഹാത്മ്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചിട്ട് തരുമോ? മഹാത്മ്യം ഒന്നും കൂടെ ശ്ലോകം വായിച്ചു തരുമെന്ന്. പ്രധാനപ്പെട്ട ശ്ലോകം മാത്രം മതിയില്ലേ മാതാജി? മൊത്തം കിട്ടിയ 1 മുതൽ 6 വരെയാണ്. അതെ, 1 മുതൽ 6 വരെ 7 വരെ. ഏകശാസ്ത്രം ദേവകീ പുത്ര വരെ ഗീതാധ്യാനശീലസ്യ തുടങ്ങി. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ മാതാജി, റെക്കോർഡിലുണ്ടല്ലോ. അത് കേട്ടാലും മതിയാവും. മാതാജിക്ക് ഒരുപാട് സ്ട്രെയിൻ. അവതാരികയുടെ 41-ാമത്തെ പേജിലുണ്ട്. അതല്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ റെക്കോർഡ് കേട്ടാ മതിയല്ലോ. അത് ഇടുവല്ലോ പ്രഭു.
അത് മതിയോ? ഹരേ കൃഷ്ണ. മാതാജി എന്താ മിണ്ടാത്തെ? കൃഷ്ണ മാതാജി, അത് വായിക്കാമെങ്കിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഏകോശാസ്ത്രവും അങ്ങനത്തെ ഉള്ള 1-2 വായിച്ചു. ഏതും വായിച്ചേക്കാം. മാതാജിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാം. ഗീതാശാസ്ത്രമിതം പുണ്യം യപടേ പ്രയതാ ഭുവാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാധ്യായനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനി ച. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃതസ്നാനം സംസാരമലനാശനം. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിശ്രിതാഃ. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനിശ്രിതം. ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദനഃ. പാർത്ഥോ വത്സാസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ. ഏകോ മന്ത്രസ്യ തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ എല്ലാവരും കൃഷ്ണ. ക്ഷമയോടെ ഹരേ കൃഷ്ണ. അതുപോലെ ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. അതേ 3 ആഴ്ചകളായി മാതാജി വളരെയധികം യാതനകളൊക്കെ സഹിച്ച് പ്രഭു ഹോസ്പിറ്റലിലൊക്കെ ഒരു ആയിരുന്നു. യാതനയില്ല പ്രഭു, ഒരു യാതനയില്ല. എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങളെയൊക്കെ കാണാനും. നിങ്ങൾക്ക് എന്നെ കൊണ്ടാവുന്ന തരത്തില്, എനിക്ക് അറിവ് അധികം ഇല്ലെങ്കിലും എന്റെ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളത്. ഒരിക്കലും ഒരു ത്യാഗമൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് നമ്മളില്ല പറഞ്ഞതുപോലെ നിങ്ങളുടെ അസോസിയേഷൻ എനിക്ക് കിട്ടുകയാണ്. അത്രയും പ്യൂരിഫിക്കേഷൻ എനിക്ക് ഉണ്ടാകും. ഞങ്ങൾക്ക് കേട്ടാലും ഒരു മാസക്കാലം കൊണ്ട് മാതാജിയുടെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി തുടങ്ങിയതാണ്. അതൊരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക്. ഒരു മാസം ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റിയല്ലോ. അവിടെ വന്നതുകൊണ്ട് കാണാനും പറ്റി. നമ്മളോട് ശരിയാണ്. ഞങ്ങൾ ഒന്നിച്ച് മായാപൂരിനൊക്കെ പോയതാ. അപ്പൊ പറഞ്ഞ പോലെ നമ്മള് മാതാജിയുടെ ക്ലാസ് പോലെ അതാ പ്രഭു എപ്പോഴെങ്കിലും ഫ്രീ അല്ലാത്ത സമയത്ത് എന്നോട് പറഞ്ഞാ മതി. ഞാൻ ഷെഡ്യൂളും തന്നു ഞാൻ എന്തായാലും അതിന്റെ ഷെഡ്യൂൾ ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ. ഞാൻ 10 വർഷമൊക്കെ എങ്ങനെയൊക്കെ എടുത്തു. പക്ഷെ ഭഗവത്ഗീത എങ്ങനെയാണ് ഒരു അങ്കലാപ്പുണ്ട്. അർജുനനെ സംഭവിച്ച പോലെ തന്നെ. അങ്കലാപ്പൊന്നും വേണ്ട, ഭഗവാൻ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഹരേ കൃഷ്ണ മാതാജി. ഞാൻ മാതാജിന്റെ ഭാഗവത ക്ലാസ് കേൾക്കാറുണ്ട്. കാര്യം മാതാജി, വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ നല്ല ബിസിയാണ്, തിരക്കാണ്. വീട്ടിലെ പണികളൊക്കെ കൂടെ ചെയ്യണേ. അവര് നാട്ടിലാണ്. അവര് മോന്റെ വെക്കേഷൻ കഴിഞ്ഞേ വരുള്ളേ. അപ്പൊ അങ്ങനെ കൂടി തിരക്കിലാണ്. അറിയില്ല, ഞാൻ എന്തായാലും മാതാജി അറിയിക്കാം. പ്രഭുവിന് ഫ്രീ അല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. ചെയ്യാം ഇടയ്ക്കൊക്കെ. എനിക്കതിനൊരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു വിഷമവും ഇല്ല. സന്തോഷം മാത്രമേ ഉള്ളൂ.
മാതാജി ഈ സമയത്ത് ഫ്രീ ആണല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. കുഴപ്പമില്ല, 6:30 കുഴപ്പമില്ല. മാതാജി ഇടയ്ക്ക് വന്ന് ഞങ്ങക്ക് മാതാജിയുടെ അസോസിയേഷൻ വേണം. എനിക്ക് നിങ്ങളുടെ അസോസിയേഷൻ വേണം. നിങ്ങൾ സംസാരിക്കുമ്പോഴും മാതാജി എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും എല്ലാരും ആഗ്രഹിക്കുന്നതാണ് അസോസിയേഷൻ. അപ്പൊ അതൊരു എപ്പോഴും അത് കാരണം നമ്മുടെ ഈ അസോസിയേഷൻ എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. കാരണം നമ്മുടെ ഇടയിൽ ഭഗവാനാണ് നിൽക്കുന്നത് അല്ലേ? നമ്മള് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കും, ഭഗവാന്റെ നാമം ജപിക്കും. ഇതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷം. ഭക്തരെ കാണുമ്പം പൂന്താനം പറയുന്ന പോലെ നൃത്തം ചെയ്യണമെന്നാ ഭക്തൻ ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴും. ഭക്തന്മാരുമായിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതുപോലെ നിങ്ങളെയൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹരേ കൃഷ്ണ. ഇപ്പൊ ഈ പ്രഭുവിനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, നേരത്തെ അറിയാനും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ആ ഒരു സത്സംഗത്തിൽ കൂടി പ്രഭുവിനെ അറിയാനും അതുപോലെ പ്രഭുവായിട്ട് അസോസിയേറ്റ് ചെയ്യാനും പ്രഭു സർവീസ് ഒക്കെ കിട്ടി. എനിക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ നിയോഗവുമാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മളൊക്കെ എവിടെയൊക്കെ ഉള്ളവരാ, പക്ഷെ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ സമുദ്രത്തില് പലയിടത്ത് കിടക്കുന്ന കല്ലുകളെ ഒന്നിച്ച് പിന്നെ തിരയടിച്ചു കൊണ്ടുവന്ന് ഒരിടത്ത് വെക്കുന്നെന്ന് പറയുന്ന പോലെ പലയിടത്ത് കിടക്കുന്ന ഭക്തന്മാരെ എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവന്ന് ഇടും ഭഗവാൻ അസോസിയേഷന് വേണ്ടി. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. പ്രഭുവിന് അവരോട് സംസാരിക്കണമെങ്കിൽ അപ്പൊ ഞാൻ ചെയ്തോട്ടെ. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പാതരൂപ്യശ്ച കൃപാ സിന്ധോഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദി കി ജയ്. ഗൗരപ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. പ്രഭുവിന് പ്രത്യേക താങ്ക്സ്. അങ്ങനെ ഓരോ